സ്നേഹനിധികളായ റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാ മൗലിദും ദുആയും കഴിയും. ഇനി നമുക്ക് ആവശ്യമായ ചില തകരാറുകൾ തീർത്ത് മുന്നേറാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെയും പല ജാതി വിഷമത്തിലും പ്രയാസത്തിലും ഉള്ളവരാണ്. എന്റെ വിഷമമല്ല നിങ്ങളുടെ വിഷമം, നമ്മുടെ ആരുടെയും വിഷമമല്ല മറ്റു ചിലരുടെ വിഷമങ്ങൾ. പക്ഷേ നമുക്ക് തോന്നും ഞാനാണ് ഏറ്റവും വിഷമമുള്ളവൻ, ഇന്റെ അത്ര വിഷമമുള്ള ഒരാളും ഇല്ല എന്ന്. ഏതായിരുന്നാലും സാന്ദർഭികമായി ചില സുഹൃത്തുക്കള് ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ വിളിക്കുമ്പോഴും പ്രിയമൊക്കെ അറിയിക്കുമ്പോ ചിലവരൊക്കെ സങ്കടപ്പെട്ട് പറയാറുണ്ട്, ഉസ്താദെ ഞാൻ കഴിവിന്റെ പരമാവധി 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, എന്റെ കുട്ടികളും നിസ്കരിക്കുന്നുണ്ട്, ഹറാമൊന്നും കലരാതെ ജീവിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് ഈ കഷ്ടപ്പാടിലാണ്. ഞാൻ അറിഞ്ഞും കൊണ്ടൊന്നൊരു മഹാപാപമൊന്നും ചെയ്തിട്ടില്ല, ഇതൊരു സാധാരണക്കാരുടെ ഒരു ആവലാതിയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെന്താ എന്റെ റബ്ബ് ഇന്നത്തിങ്ങനെ അടങ്ങളാക്കണാണ് പാകത്തുക. പിന്നെ ചിലവർക്കറിയാം ഞാൻ തമ്മാതിത്തരങ്ങൾ കാട്ടിയ കാരണമാണ് എനിക്കൊക്കെ ഈ പരീക്ഷണങ്ങൾ വരുന്നത്. അത് നമുക്ക് ചർച്ചയില്ല, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. വേണ്ടാവൃത്തികൾ ചെയ്ത് അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ ജീവിക്കുമ്പോ, സമയത്ത് നിസ്കരിക്കാതെ ഇരിക്കുമ്പോ ചിലപ്പം ശിക്ഷകളും പരീക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും വരുന്ന, അത് പൊതുവിൽ എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല. ഞാൻ മസ്അലയിലേക്ക് വരാം. ഏതായാലും ഒരു മൗലിദിന്റെ ശേഷം ഒരുപാട് വിഷമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ കാരണം നമ്മുടെ മനസ്സിനൊരു സമാധാനം കിട്ടി. അങ്ങനെയല്ലേ? ചിലപ്പോ ചില സാധാരണക്കാര് പറയും ഞാൻ മനസ്സിൽ വിനാണ്ടാക്കി ഞാൻ പറഞ്ഞങ്ങട്ട് തീർത്തൂന്ന് പറയും. അത് ചില വക്കാൻ കേൾക്കുമ്പോ, അമ്മായിമ്മയും മരുവലൊക്കെ ഇങ്ങനെ വക്കാൻ കേൾക്കുമ്പോ ചിലപ്പം മരുവല് പറയും ഞാൻ കുറെ കാലമായി ഇതിങ്ങനെ മനസ്സിൽ വെച്ചിങ്ങാണ്ട് നടക്കലോ എത്തിച്ച് അങ്ങനത്തെ പറഞ്ഞാണ് എന്റെ മനസ്സിന്ന് കുറെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്താ അപ്പൊ കുറെ ഇങ്ങോട്ട് പറയുമ്പോ മനസ്സിന്, നമ്മുടെ മനസ്സിലുള്ള കുറെ വിഷമങ്ങൾ അല്ലെങ്കിൽ ആരോടെങ്കിലൊക്കെ ഉള്ള കുറെ ദേഷ്യങ്ങൾ പറഞ്ഞു തീർക്കുക, അതൊരു സാധാരണക്കാരുടെ ശൈലിയാണ്. അപ്പൊ അതിൽപ്പെട്ടതാണ് നമുക്ക് കുറെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. നല്ലൊരു കുറച്ച് മൗലിദൊക്കെ ഓതി അസ്മാഉൽ ബദറൊക്കെ ചൊല്ലി കുറെ ഉസ്താദന്മാരുടെ നേതൃത്വത്തിലായി ഞാൻ കുറെ കാര്യം അള്ളാഹു ഒരു മിനിറ്റ് എന്നാലും ഞാൻ പറയുന്നത് കുറെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ തീരാറുണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ഉണർത്തുകയാണ്. അത് നോക്കി, നമുക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ നമ്മളത് റബ്ബിന്റെ മുന്നിലൊന്ന് ഇടക്കിടക്ക് കെട്ടഴിക്കാൻ തീരുമാനിച്ചാൽ, രാത്രിയൊക്കെ എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് എല്ലാവരും കിടന്നുറങ്ങുന്ന നേരത്ത് നമ്മളൊന്നിങ്ങനെ കരഞ്ഞിട്ട് ദ്വാരിക്കുക, നമ്മുടെ മനസ്സിൽക്ക് വല്ലാത്ത ഒരു സമാധാനം കിട്ടും. ഞാൻ പറയേണ്ടവനോട് പറയേണ്ട രൂപത്തിൽ പറയേണ്ട നേരത്തിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി ഓൻ തീരുമാനിക്കട്ടെ. അപ്പൊ നമുക്കൊരു കേസുണ്ടായി, നമുക്കൊരു ഭൗതികമായ എന്തോ പ്രശ്നത്തിലൊരു കേസുണ്ടായി. അപ്പൊ അത് സംബന്ധമായി ബന്ധപ്പെട്ടവരോടൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവൂലേ. ഞാനത് വക്കീലിനോട് പറഞ്ഞിട്ടുണ്ട്, അതിന് പറ്റിയ ആൾക്കാരോടൊക്കെ വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് അങ്ങനെയൊക്കെ ഒരു പറഞ്ഞ് ലെവലാക്കിയാൽ നമുക്ക് ഉറങ്ങുന്ന നേരത്തെ ഒരു സമാധാനം കിട്ടും, ആ പ്രശ്നത്തിനൊരു പരിഹാരം കിട്ടും. എന്ന മാതിരി പറയേണ്ടവനോട് പറയേണ്ട നേരത്തിൽ പറയേണ്ട രൂപത്തിൽ പറയാം. അതെപ്പോഴാ? ആരോടാണ് നമ്മുടെ വിഷമങ്ങൾ പറയേണ്ടത്? അള്ളാഹുവിനോട്. എപ്പോ എങ്ങനെ പറയേണ്ടത്? മനസ്സ് പൊട്ടിയിട്ട്. ആ മനസ്സ് പൊട്ടുന്നതിന്റെ ഒരു അടയാളമാണ് കണ്ണുനീര്. അത് എപ്പോഴാ പറയേണ്ടത്?
പാതിരാരാവിനു ശേഷമുള്ള ദുആക്ക് അള്ളാഹ് ഇജാബത്ത് നൽകും. എല്ലാവരും തൂക്കം വലിച്ചുറങ്ങുമ്പോ ആ രാത്രിയുടെ ഏകാന്ത യാമങ്ങളിൽ എഴുന്നേറ്റ് തണുപ്പ് വകവെക്കാതെ എന്റെ മുഖത്തിലേക്ക് വെള്ളമായാൽ എന്റെ ഉറക്കം പോകുമെന്ന് എനിക്കറിയാം. മുമ്പ് ഒരു സ്ഥലത്ത് എന്റെ നാടിന്റെ അടുത്തൊരു സഹോദരി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ചെറിയ കുഞ്ഞിന് മുല കൊടുത്തു. പക്ഷെ ആ സ്ത്രീ എന്ത് ചെയ്തു? ഉറക്കം പോകുമോ എന്ന് ഭയപ്പെട്ട് കണ്ണ് തുറന്നില്ല. കണ്ണ് തുറക്കാതെ കുഞ്ഞിന് മുല കൊടുക്കാൻ. കണ്ണ് തുറന്നാൽ ഉറക്കം പോകുമോ എന്ന ഒരു ഭയം കാണും. പക്ഷെ മുലക്കണ്ണ് വെച്ച സ്ഥലം മാറിപ്പോയി. കുട്ടിക്ക് മുല കൊടുക്കുകയാണ്, പക്ഷെ കണ്ണ് തുറന്നാൽ ഉറക്കം പോകുമെന്നൊരു ഭയം. അപ്പൊ അത് കാരണം കണ്ണ് തുറക്കാതെ എന്താക്കി? മുല കൊടുത്തു. പക്ഷെ മുലക്കണ്ണ് വെച്ച സ്ഥലം മാറി, കുട്ടി കരച്ചിൽ മാറുന്നില്ല. അവസാനം കണ്ണ് തുറന്നു നോക്കുമ്പോഴാണ് മുലക്കണ്ണ് കുട്ടിയുടെ വായയിലല്ല ഉള്ളത്, വേറെ ഏതോ സ്ഥലത്താണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊക്കെ ഒരു ബേജാറുണ്ടാവും, കണ്ണിൽ തുറന്നാൽ ഉറക്കം പോകുമോ, അതല്ലെങ്കിൽ മുഖം കഴുകിയാലും ഉറക്കം പോകുമോ. പക്ഷെ അവൻ അതൊന്നും പരിഗണിക്കാതെ ആ രാത്രിയിലെ ഏകാന്തയാമങ്ങളിൽ എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. അപ്പൊ ഞാൻ ഏതായാലും പറയുന്നത്, പറയേണ്ടവനോട് പറയേണ്ട രൂപത്തിൽ പറയേണ്ട സമയത്ത് അങ്ങോട്ട് പറയുമ്പോ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അത് നമ്മുടെ ജീവിതത്തിൽ ഇടക്കും തലക്കൊക്കെ ഒന്നുമില്ലെങ്കിലും ഇടക്കും തലക്കൊക്കെ ഉണ്ടാവാനുള്ള ഒരു ശ്രമം ഉണ്ടാവണമെന്ന് ഒരു ആത്മീയ സദസ്സിന്റെ ശേഷമുള്ള മുഅ്മിനീങ്ങളോട് സാന്ദർഭികമായി എന്റെ സ്വശരീരത്തോടും ഞാൻ ഉണർത്തുകയാണ്. ഏതായിരുന്നാലും ഞാൻ ഈ പറയുന്ന ഈ ഒരു വിഷയം മനസ്സിലാക്കിയത് വിശ്വാസപരമായി ഞാൻ മറിയേണ്ട ഒരു കാര്യമാണ്. മസ്അലകളിലേക്കൊക്കെയും കടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. അപ്പോഴാണല്ലോ നമുക്ക് ആഖിറം വിജയിക്കുന്നത്. മനസ്സ് ദുഷിച്ചാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവ് ശുദ്ധമായാൽ ഓൻ വിജയിച്ചു, ആത്മാവിനെ മലീനസപ്പെടുത്തിയവൻ പരാജയപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഖൽബ് ലംഘനം, ഖൽബ് ലംഘി മറിയണം. ഇന്ന ഫീ ഖുലൂബിൽ മുഅ്മിനീന ലസിറാജാ. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്ക് കടാതെ സൂക്ഷിക്കണം. ആ വിളക്കെങ്ങാനും കെട്ടുപോയാൽ നമുക്ക് രക്ഷയില്ല. ആ വിളക്ക് കടാതെ ആ ഈമാനിയായ പ്രഭ ദിവസേന ഓരോ അമല് ചെയ്ത് അത് പ്രകാശിപ്പിച്ചെടുക്കുന്ന ഒരു അവസ്ഥയ്ക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴിവിന്റെ പരമാവധി 5 വഖ്ത് നിസ്കരിക്കുന്നു, ഹറാമുകളൊന്നും ചെയ്യുന്നില്ല, എന്നിട്ടും ഞാൻ ഈ കഷ്ടപ്പാടിലാണല്ലോ എന്ന് ചിലപ്പം നമ്മുടെ ഈമാനിന്റെ കുറവോ അല്ലെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവിന്റെ പോരായ്മ കൊണ്ടോ പലപ്പോഴും നല്ല നല്ല സാധാരണക്കാരായ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഒരു തെറ്റുധാരണയാണ്. അതൊന്ന് തിരുത്തി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ചിന്താഗതിക്കാരുണ്ടെങ്കിൽ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതായത് പരീക്ഷണം 2 വിധമാണ്. പരീക്ഷണം 2 വിധമാണ്. ഒന്നേതാ? ബലാഉ മസൂബത്ത്, ബലാഉ ഉഖൂബത്ത്. അതായത് ഒന്ന് ശിക്ഷയുടെ പരീക്ഷണം. അതായത് നമ്മുടെ മോശമായ പ്രവർത്തനങ്ങൾ അല്ലാഹു തആലാനെ ഓർക്കാതെ അല്ലാഹു തആലാനെ ധിക്കരിച്ച് അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാതെ ഞാൻ ജീവിക്കുമ്പോ അല്ലാഹു നമ്മളിൽ ശിക്ഷയിറക്കി നമ്മെ പരീക്ഷിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതാണ് ബലാഉ ഉഖൂബത്ത്. ഉഖൂബത്തിന്റെ ശിക്ഷയുടെ പരീക്ഷണം. നേരെ മറിച്ച് ബലാഉ മസൂബത്ത് വേറുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. മസൂബത്ത് എന്നാണ് സ്ഥാനം എന്നാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് സ്ഥാനം അധികരിപ്പിക്കാൻ കുറെ പരീക്ഷണങ്ങൾ അല്ലാഹു അവന് നൽകും. കാരണം എന്താ? അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവന്റെ നല്ല മനുഷ്യനാണ്. പക്ഷെ അവന്റെ ആ നന്മ ഇനിയും ഒരുപാട് ദറജകൾ ഏറ്റിക്കൊടുക്കാൻ വിഷമങ്ങൾ കൊടുത്ത് ആ വിഷമം എന്റെ റബ്ബിന്റെ ഭാഗത്തിൽ നിന്ന് എന്നെ പരീക്ഷിക്കുകയാണ്. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം റബ്ബിന്റെ തീരുമാനപ്രകാരം
എന്നെ എന്റെ റബ്ബ് പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അൽഹംദുലില്ലാ, എനിക്കെന്റെ റബ്ബിന്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള ഒരു ഖൽബ്, ഒരു ശരീരം എനിക്ക് തന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ഹൃദയത്തിന്റെ വാക്താവായി വരുമ്പോൾ വലിയ സ്ഥാനം അല്ലാഹു തആല സ്വർഗീയ ലോകത്ത് അവനിക്ക് നൽകും. അപ്പോ ചില മുഅ്മിനീങ്ങൾ നല്ല മനുഷ്യന്മാരായിരിക്കും, 5 വഖ്ത് നിസ്കാരം കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ഹറാമുകളൊക്കെ ഒഴിവാക്കി, അതുപോലെ തന്നെ ഒരു അന്യന്റെ ഹക്ക് പെടാതെ ജീവിക്കാനൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ അങ്ങനത്തെവർക്ക് വിഷമം വരുമ്പോ വിവരക്കുറവ് കാരണം ഈ റബ്ബ് ഞാൻ ഇങ്ങനൊക്കെ ജീവിച്ചിട്ടും റബ്ബെന്നെ കഷ്ടപ്പെടുത്തുകയാണല്ലോ എന്ന് പലപ്പോഴും വിവരമില്ലാത്ത സാധാരണക്കാരുടെ മനസ്സിൽ വരാറുണ്ട്. അങ്ങനത്തെ ശബ്ദം ശ്രവിക്കുന്ന പലവരും ഈ സമയത്ത് ക്ലാസ് റൂമിലുണ്ട്, നമ്മുടെ റേഡിയോ ശ്രോതാക്കളിലുണ്ട്. കാരണം നല്ലൊരു വിഭാഗം രാവിലെ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ എത്തുന്നത് അവർക്ക് ഒരു ദുആ കിട്ടും. ഇന്റെ കാര്യങ്ങൾക്കൊക്കെ വെച്ച് ഉസ്താദന്മാര് ദുആയിരിക്കും, അതിലൊരു ആമീൻ പറഞ്ഞു ഉദ്ദേശിച്ചു വരുന്ന പലവരുമുണ്ട്. ആ വന്ന് ആ ദുആഇന്റെ ഉടനെ നമ്മൾ മൈക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മസാലയിലേക്ക് അത് കടക്കുമ്പോ ഇനിയിപ്പോ ഏതായാലും വേറെ പണിയൊന്നുമില്ല, നമുക്കിന്ന് അതുംപാടെ കേട്ടിട്ട് അങ്ങോട്ട് പോവാന്ന് പറയും. അത് കഴിയുമ്പോഴേക്ക് അബൂസിനാൻ ഉസ്താദ് ഇങ്ങോട്ട് വരും, വീട് സംബന്ധമായ ചർച്ചയിട്ട് അപ്പൊ കേൾക്കും, ഇന്ന് അത് കഴിഞ്ഞിട്ടാണ്ട് പോവാന്ന് പറയും. അത് കഴിയുമ്പോഴേക്ക് ഡോക്ടർ കീശേരി സാറ് വരും, എങ്ങനെയെന്ന് മനസ്സമാധാനം ഉണ്ടാക്കേണ്ടത്, അപ്പൊ അത് കേട്ടിട്ട് പോകാനായിട്ട് പറയും. അത് കഴിയുമ്പോഴേക്ക് വേറെ ഏതെങ്കിലും മുസ്തഫ സാഹിബ് വരും. അപ്പൊ ഏതായാലും ഇപ്പൊ എന്റെ കുടിയിലുണ്ടല്ലോ കരണ്ടിന്റെ വിഷയം, എന്നാ അതൊന്ന് കേൾക്കുക. അങ്ങനെ 24 മണിക്കൂറും KMIC-യിലിരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അപ്പൊ ഞാനിരിക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ പോകുന്നവര്, അപ്പൊ അവരുടെ ഒരു ശ്രദ്ധക്ക് നമ്മുടെ ഈ മനസ്സിൽ, നമ്മുടെ കുറെ മനസ്സിന് സമാധാനം കൊടുക്കുന്നു. അപ്പൊ നോക്കൂ, അപ്പൊ ഞാൻ പറഞ്ഞതെന്റെ, അതായത് ഇങ്ങനെ ഒരു മനസ്സിന് സമാധാനം കിട്ടി ആ ഒരു അൽഹംദുലില്ലാ പറയാനുള്ള ഒരു ഹൃദയം, അതാണല്ലോ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞല്ലോ, അജബുൻ ലിൽ മുഅ്മിനി ഇൻ അസാബഹു ഖൈറുൻ ഹമിദല്ലാഹ വ ശക്കറ വഇൻ അസാബത്ഹു മുസീബത്തുൻ ഹമിദല്ലാഹ വ സബറ. മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. അവർക്ക് ഖൈറെത്തിയാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തും. അവനിക്ക് മുസീബത്തെത്തിയാൽ അള്ളാഹുവിനെ അവൻ സ്തുതിക്കും, അവൻ ക്ഷമിക്കും. നോക്കൂ, അപ്പൊ നമുക്ക് വിഷമങ്ങളെത്തിയാലും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് വിഷമങ്ങളെത്തിയാൽ അള്ളാഹുവേ നീ തരുന്ന പരീക്ഷണങ്ങളൊക്കെയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, അൽഹംദുലില്ലാ. അതാണ്. അപ്പൊ അതുകൊണ്ട് ബലാ ഞാൻ കൂടുതൽ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പല വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള മുഅ്മിനീങ്ങൾ നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് എന്നെ റബ്ബ് കഷ്ടപ്പെടുത്തുകയാണ് എന്ന ചിന്ത വന്ന് നമ്മുടെ ഖൽബിനെ മലീനസപ്പെടുത്താതിരിക്കാൻ ഞാനൊന്ന് നിർത്തിയതാണ്. ബലാ ഉഖൂബത്ത്, ശിക്ഷയുടെ പരീക്ഷണം, അത് നമ്മുടെ ജീവിത രീതി മോശമാകുമ്പോഴാണ് ബലാ ഉഖൂബത്ത് നമുക്ക് വരിക. ശിക്ഷ കൊണ്ട് അള്ളാഹ് നമ്മെ പരീക്ഷിക്കാൻ രോഗങ്ങൾ തന്ന്, ദാരിദ്ര്യം തന്ന്, കഷ്ടപ്പെട്ടി. ഖുർആനിക വചനങ്ങൾ അതിന് തെളിവുണ്ട്. എനിക്കിപ്പോ അത് ഓർമ്മ വരുന്നില്ല. നമ്മുടെ ഷൗക്കത്ത് സഖാഫ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എന്താക്കാം, ഒന്ന് ടൈപ്പ് ചെയ്യാൻ, ശബ്ദം കേൾക്കണ്ടേ. ഒമൻ ആഴവള അൻവിക്കിരി എന്നാണ് ആയത്തിന്റെ തുടക്കം. എന്നെ സ്മരിക്കലിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയുന്നത്, അവനെ ഞാൻ വളരെ കുദുസായ വിഷമകരമായ ജീവിതം അവനെ നമ്മൾ ജീവിപ്പിക്കും ഈ ദുന്യാവിൽ. 5 വക്ത് നിസ്കരിക്കാതെ അല്ലെങ്കിൽ അള്ളാഹ് എന്നൊരു ഓർമ്മയില്ലാതെ ജീവിച്ചാല് വളരെ കുദുസായ വളരെ ഞെരുക്കമായ ജീവിതം അവനിക്ക് നമ്മൾ കൊടുക്കുമെന്ന് പറയുന്ന ആയത്തുകളൊക്കെ ഖുർആനിക വചനങ്ങളിൽ കാണാം. അതുപോലെ തന്നെ നമ്മൾ നല്ലവരൊക്കെയായി ജീവിക്കുമ്പോൾ കൂട്ടത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മുടെ ബാവുസ്താദിന്റെ ചെറിയ മകന് സുഖം സാഹിബ് അത് അറിയിച്ചിരുന്നു. അള്ളാഹു തആല എത്രയും പെട്ടെന്ന് ആ സന്താനത്തിന്റെ രോഗങ്ങളൊക്കെയും ശിഫ നൽകി
റാഹത്തുള്ള അവസ്ഥ കൊടുത്ത് കുടുംബത്തെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ബാവ ഉസ്താദിന്റെ ആ കുട്ടിയുടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ മഹാന്മാരുടെ ഹക്ക് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണേ. ഞാൻ ഏതോ 1-2 പ്രാവശ്യം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞിട്ട് സാധാരണക്കാരായ ശ്രോതാക്കളെ നമ്മുടെ KMICക്ക് ലഭിക്കുന്നുണ്ട് എന്ന വിവരാടിസ്ഥാനത്തിൽ സാന്ദർഭികമായി ഒന്ന് പറയുകയാണ്. മഹാനായ നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന കൂട്ടത്തിൽ ഓക്കെ ഉസ്താദിനൊന്ന് പ്രത്യേകം കരുതിയാൽ വല്ലാത്ത ഒരു ശിഫ കിട്ടും അതിന്. കാരണം ഒരിക്കൽ ഓക്കെ ഉസ്താദിന്റെ അടുക്കൽ ഒരു രോഗി വന്നു. ഉസ്താദ് നല്ല ചികിത്സക്കാരനാണ്. ആത്മീയമായ നാദം മരുന്നും എല്ലാ നിലക്കുള്ള ചികിത്സ ഉസ്താദിന് അറിയാം. അങ്ങനെ ഉസ്താദ് തിബ്ബുൻ നബവി റസൂലുള്ളാഹിന്റെ പ്രത്യേക ചികിത്സ അതൊക്കെയും ഓക്കെ ഉസ്താദിന് അറിയാം. അങ്ങനെ പല ചികിത്സകളും ആ രോഗിക്ക് പറഞ്ഞു. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ രോഗി പറയും, ഉസ്താദെ അതേറ്റ് ഭേദായില്ല, എനിക്ക് അതേറ്റ് ഭേദായില്ല. എന്തോ ഒരു വയറു വേദന സംബന്ധമായ രോഗിയായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഉസ്താദ് മറിന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഈ രോഗിയുടെ രോഗം ഭേദമാവാത്ത അവസ്ഥ വന്നപ്പോ ഉസ്താദിനും അതൊരു വിഷമായി, ഷെയ്ഖുനാക്കും അതൊരു വിഷമായി. അല്ലാ, ഞാൻ എത്ര മരുന്നായി പറഞ്ഞു കൊടുക്കുന്നു, അവനക്കൊരു ശിഫ കൊടുക്കുന്നില്ലല്ലോ. അവസാനം ഒരു സമയത്ത് ഒരു പ്രാവശ്യം ഓക്കെ ഉസ്താദ് ഈ രോഗി വീണ്ടും വന്ന് എനിക്ക് അതേറ്റൊന്നും ഭേദം കിട്ടുന്നില്ല ഉസ്താദേ എന്ന് പറഞ്ഞപ്പോ ഓക്കെ ഉസ്താദ് കരഞ്ഞിട്ട് പറഞ്ഞത്ര, അല്ലാ ജിന്റെ ഇൽമ് സ്വീകരിച്ചിക്കണമെങ്കിൽ ജിക്ക് കുറെ ഇൽമ് തന്നു, അത് സ്വീകരിച്ചിക്കണമെങ്കിൽ മക്ബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ രോഗിയുടെ രോഗജ് ശിഫ നൽകുമെന്ന് പറഞ്ഞു എന്നാണ്. പിന്നെ ആ രോഗിക്ക് ആ വയറുവേദന ഉണ്ടായിട്ടില്ല എന്നാണ്. അതാണ് ഓക്കെ ഉസ്താദിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പൊരുത്തപ്പെട്ട് നൽകിയ ഇൽമാണ്. അത് ഇഖ്ലാസുള്ള ഇൽമ. അപ്പൊ അതുകൊണ്ട് ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട്, ഓക്കെ ഉസ്താദിന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഉസ്താദിന്റെ കുട്ടിയുടെയും നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു തആല എന്നും മുടങ്ങാതെ ഇന്നുവരെ മുടങ്ങിയിട്ടില്ല. ഫാത്തിഹ അൽഹംദുലില്ലാ. നമ്മുടെ മിൻഹാലയ എന്ന ഐഡിയയിലുള്ള സുഹൃത്ത് പറയാൻ മുടങ്ങാതെ എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏതായാലും നമ്മുടെ മസ്അലയിലേക്ക് കിടക്കുമ്പോ സമയം ഒഴുകും. ആരൊന്നും വിചാരിക്കരുത്, എന്നും മസ്അലല്ലോ. അതൊക്കെ നമ്മുടെ മനസ്സിൽക്കൊരു ചിലത് കേൾക്കുമ്പോ തന്നെ നമ്മുടെ ഒരു കണ്ണുനീര് നമുക്ക് വരും. അതാണ് നമ്മുടെ വിജയം. എനിക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഓക്കെ ഉസ്താദിന്റെ. കാരണം ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എവിടേക്ക് പോകുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വലിച്ച മതപഠന ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഓക്കെ ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി, അല്ലാ ഞാനിങ്ങനെ ഒരു ക്ലാസ്സിന് പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ പോകുന്നതും അവിടെ ചെല്ലുന്നതും പറയുന്നതും ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് അവരത് ശ്രോതാക്കളായി കേൾക്കുമ്പോ ഓൽക്കും എനിക്കും ഓക്കെ ഉസ്താദിന്റെ ബറക്കത്തേച്ച് നീ അതൊരു ഉപകാരമുള്ള ഒരു ക്ലാസ്സാക്കി മാറ്റണേ ഞാൻ ഈ പോകുന്നത് എന്ന് ദുആ ചെയ്യാതെ ഞാനൊരു ക്ലാസ്സിനും പോകാറില്ല. പിന്നെ ഏകദേശം ഒരു കൊല്ലം മുന്നേ വരെ ഞാൻ അന്നൊക്കെ ദുആൽക്കും, അല്ലാഹുവേ ഇൽമു പറഞ്ഞു കൊടുത്തിട്ട് കുറെ മുഅ്മിനീങ്ങളായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ. അങ്ങനെ മരിക്കുന്ന സമയത്ത് ഇന്നാലിന്നാലും മരിച്ചത്രേ. അപ്പോ ആ കേൾക്കുന്നവർക്കൊക്കെ ഒരു ഫാത്തിഹ ഓതിച്ച് അയാൾക്ക് പൊറത്തു കൊടുക്കണേ എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ എന്റെ ദുന്യവിയായ ജീവിതത്തിൽ അത്രേ ആഗ്രഹിച്ചിട്ടില്ല. ജീവിക്കാൻ സ്വത്ത് വേണ്ടാന്നല്ല, നമ്മൾ മരിക്കുന്ന നേരത്തെ എന്ത് വേണം? 4 മുഅ്മിനീങ്ങൾ ഒരു കണ്ണീര് പൊത്തിച്ച് ഒരു ഫാത്തിഹ ഓതി ദുആക്കാൻ 4 മുഅ്മിനീങ്ങൾ. ഞാൻ 4 മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ കാരണം ഉസ്താദെ 4 മതിയോ നിങ്ങൾ ചോദിക്കും. 40 ആവുന്നോ നിങ്ങൾക്ക് വിരോധമുണ്ടോ? 4000 ആവുന്നതുകൊണ്ട് വിരോധമുണ്ടോ? 40,000 ആവുന്നതുകൊണ്ട് വിരോധമുണ്ടോ നിങ്ങൾ ചോദിക്കും. പക്ഷെ ഞാനൊരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലൂടെ സഹാബത്തും റസൂലുള്ള ഇരിക്കുമ്പോൾ ഒരു മയ്യത്ത് കൊണ്ടുപോയി. സഹാബത്ത് ആ മയ്യത്തിനെ പറ്റിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു, പുകഴ്ത്തി.
ആ മരിച്ച ആ പോകുന്ന മയ്യത്തത വല്ലാത്തൊരു മനുഷ്യനേന്. അയാളെക്കൊണ്ട് ഒരുപാട് ഉപകാരം ജനങ്ങൾക്ക് കിട്ടിയ ഒരാളാണ്. നല്ല അഭിപ്രായം പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു വജബത്ത്, നിർബന്ധായി എന്നാണ്. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു മയ്യത്ത് കൊണ്ടുപോയി. അപ്പോ ജനങ്ങൾ റസൂലുള്ളാന്റെ ഒപ്പമുള്ള സഹാബത്താണ്, അയാളെക്കൊണ്ട് കുറെ ഇടങ്ങളായതാണ്, അല്ലെങ്കിൽ അയാളെപ്പറ്റൊരു മോശമായ അഭിപ്രായം പറഞ്ഞു. അപ്പോഴും റസൂലുള്ള പറഞ്ഞു വജബത്ത്, നിർബന്ധായി എന്നാണ്. അപ്പൊ സഹാബത്തിന് അത്ഭുതമായി. എന്താപ്പത്, ഒരു മയ്യത്തിനെ പറ്റി നല്ലത് പറഞ്ഞപ്പോലും വജബത്ത് നിർബന്ധായി, ചീത്ത പറഞ്ഞപ്പോലും വജബത്ത് നിർബന്ധായി. അപ്പൊ റസൂൽ ചോദിച്ചു, ഇതെന്താ നബി, എന്തേ നിർബന്ധായി എന്ന് ചോദിച്ചു. ആദ്യം പറഞ്ഞ ആൾക്ക് സ്വർഗം നിർബന്ധായി, രണ്ടാമത് പറഞ്ഞ ആൾക്കെന്തായി, നരകം നിർബന്ധായി എന്നാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അതെന്റെ? ആ സമയത്ത് റസൂല് പറഞ്ഞു, 4 ആൾക്കാർ, അതാ ഞാൻ 4 ആളിനാണ്, 4 ആളുകൾ ഒരു മരിച്ച മയ്യത്തിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു സാക്ഷി നിന്നാൽ അവൻ അല്ലാഹു തആലയും അവൻ നല്ലവനാണ് എന്നതിന് സാക്ഷി നിൽക്കും. 4 ആൾക്കാർ ഓൻ മോശാണ് എന്ന് പറഞ്ഞോ, അള്ളാന്റെ അടുക്കൽ ഓൻ മോശക്കാരൻ. അതാ ഞാൻ 4 പറയാൻ കാരണം. അപ്പൊ എനിക്കങ്ങനെ ഒരു ആഗ്രഹം എന്താ, എന്റെ ജീവിതത്തിൽ ജീവിക്കണം, മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കണം. പക്ഷെ ഞാൻ എപ്പോഴും ഉസ്താദിനെ മുൻനിർത്തിയുള്ള ഒരു ദുആ, മരിക്കുന്ന നേരത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ, കുറച്ച് മുഅ്മിനീങ്ങൾ ഒരു ദുആ ചെയ്യാനും ഒരു ഫാത്തിഹ ഓതി ദുആർക്കാനും, അതെ, ഒതുക്കുങ്ങൾ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കയറി ഒന്ന് സലാം പറയും, ഫാത്തിഹ ഓതി ദുആ ചെയ്യും. ഞാൻ എന്റെ ക്ലാസ് റൂമിലുള്ള, കാരണം കേരളത്തിലെ എല്ലാ ആലിമീങ്ങളും ഇന്ന് 2 ചേരിയായി പ്രവർത്തിക്കുന്നവരുണ്ടായേക്കാം. അവരുടെയൊക്കെയും നേതൃത്വം മഹാനായ ഉസ്താദാണ്. ഉസ്താദിൽ നിന്നാണ്. അതാ നോക്കിങ്ങള്, അവരൊരു പോയിന്റ് ഞാൻ പറയാം, നമുക്ക് മസ്അലയ്ക്ക് ഇഞ്ഞും പറയാം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തൊക്കെ നൽകട്ടെ, നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരട്ടെ. അതായത് ഷംസുൽ ഉലമ, ഇപ്പോ ഉസ്താദിന്റെ ഒരു സ്ഥാനപ്പേരാണ്. കൻസുൽ ഉലമ, അത് നമ്മുടെ ചിറ്റാരി ഉസ്താദിന്റെ പേരാണ്. ഖമറുൽ ഉലമ, ആഫിയത്തുൽ ആയുസ് നൽകട്ടെ AP ഉസ്താദ്. അതേമായി തന്നെ AP ഉസ്താദിന്റെ മറ്റൊരു പേരാണ് സുൽത്താനുൽ ഉലമ, നൂറുൽ ഉലമ, MA ഉസ്താദ്. അല്ലെ, നോക്കിങ്ങൾ, ഉസ്താദുൽ അസാത്തിദ, ആ പേര് ഉസ്താദിനല്ലാതെ റഈസുൽ മുഹഖിഖി, അങ്ങനെയൊക്കെ പല മഹാന്മാർക്കും പല സ്ഥാനപ്പേര്. താജുൽ ഉലമ, സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ള തങ്ങൾ പാവാക്കുള്ള സ്ഥാനപ്പേരാണ്. അതേമാതിരിക്ക് തന്നെ സദഖത്തുൽ ഉസ്താദിനും താജുൽ ഉലമ എന്നുണ്ടായിരുന്നു, സ്ഥാനപ്പേരുണ്ടായിരുന്നു. പക്ഷേ ഉസ്താദുൽ അസാത്തിദ ആ സ്ഥാനപ്പേര് ഉസ്താദിന് മാത്രമേ ഉള്ളൂ. അത് ഉസ്താദിന്റെ ഒരു മഹത്വമാണ്. ഏതായിരുന്നാൽ ഞാൻ പറയുന്നത്, ആ ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതി നമ്മൾ കുറെ മുഅ്മിനീങ്ങളേറ്റൊരു ബന്ധം. ഇപ്പൊ നോക്കി, നമ്മൾ ഈ ഓൺലൈനിലൂടെ എത്ര മുഅ്മിനീങ്ങളേറ്റ് ബന്ധപ്പെടാൻ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്കിതിനൊന്നും അർഹതയില്ല. എനിക്ക് കമ്പ്യൂട്ടർ എന്താ, ലാപ്ടോപ്പ് എന്താ, ഒന്നും തിരിഞ്ഞില്ല. ഇപ്പോഴും ഒന്നും തിരിയില്ല. ഇത് ഓഫാക്കാനും ഓണാക്കാനും മൈക്കെടുക്കാനും ഇപ്പൊ ഏകദേശം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇങ്ങനെ ചെലോല് വിളിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ സൗകര്യം എന്ത് വാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കാത്തി വെക്കുന്നാല് ചിലപ്പോ. എന്നാലും ഇപ്പൊ നമ്മളെ ഷംസുദാരി ഉസ്താദിന്റെ ശബ്ദം കേൾക്കുന്നതാണാവും. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ അറബില്ല, അതൊന്ന് ശരിയാക്കി, ആരാ ശരിയാക്കി തരികയെന്ന് ചോദിച്ചപ്പോ ഷംസുദാരി ഉസ്താദ് അതിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്താൽ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അയക്കങ്ങനത്തെ എങ്ങനെ പോവണ്ടെന്ന് അറിയണ്ടേ. ഞാനിപ്പോഴുള്ള കാര്യം സംസ്ഥാനമേ ഇതിൽ പോയിട്ടാണ് ക്ലിക്ക് ചെയ്താൽ എന്നാണ് അതിക്ക് പോകേണ്ട വജ്ജിക്കറിയില്ല. അപ്പൊ ഇന്നെ സംബന്ധിച്ച് അത്രേ അറിയുള്ളൂ, ഞാൻ ഉള്ളത് പറയാം. അപ്പൊ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് ഓൺലൈൻ ഉണ്ട്. ഇതൊന്നും എന്റെ ജീവിതം 10-45 കൊല്ലമായി. ഇപ്പൊ ഏകദേശം ഒരു 5-8 മാസമായിട്ടാണ് ഇപ്പൊ ഇതൊക്കെ അറിയാൻ തുടങ്ങി. എന്നിരുന്നാലും നമ്മുടെ ഈ KMIC വന്ന് എന്തെങ്കിലൊക്കെ ഇങ്ങനെ നുള്ളിപ്പെറുക്കി പറഞ്ഞു കൊടുക്കുന്ന കാരണം എവിടെയെങ്കിലും കുയ്യിൽ ചാടണ്ട, കുറച്ചൊക്കെ നമ്മൾ സന്തോഷം പങ്കുവെക്കുക. ഈ ചങ്ങായി ഇതിങ്ങനെ ഈ മസാല പറഞ്ഞ് ഇനിയിപ്പോ മുമ്പ് ഒരുത്തം പറഞ്ഞ് ഇത് പേടിച്ചിട്ട് ചില ആൾക്കാർക്ക് ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ വല്ലാതെ മതി വരും. എന്നും മസലാവുമ്പോ ചിലർക്കൊരു മതി ഉണ്ടാവും. അങ്ങനെയൊക്കെ നല്ലതാ. എന്നിപ്പോ ഈ മസല, ഈ ഒളു അങ്ങത്ത്, ഷോക്സ് ഇങ്ങത്ത്, നിസ്വാക്ക് ഇങ്ങത്ത്, നിസ്കാരക്കുപ്പായ അങ്ങത്തെ അങ്ങത്ത്, അതൊക്കെ വേണം. അപ്പൊ ചില സംഗതി ചിലർക്ക് ചില കാര്യങ്ങൾ ഒളിപ്പേക്കാലം.
ചിലർക്ക് സദക്ക ചെയ്യുന്ന ഒരു വെറുപ്പുണ്ടാവും. നിസ്കാരവും നോമ്പും സക്കാത്തൊക്കെ ഉണ്ടാവും. സദക്ക ചെയ്യാൻ ഓനക്ക് വെറുപ്പേക്കാലം. ചിലവർ നല്ലോണം സദക്ക ചെയ്യും. നിക്കരിക്കാൻ ഓനത് പറയണ്ട. ആ വാർത്ത നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, നമുക്ക് യാതൊരു വിരോധമില്ല. മുമ്പ് ഒരു മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചു ജുമുഅക്ക് കാരണം കൂടാതെ വരുന്നവർ ആഴ്ചയിൽ 5 രൂപ ഫൈൻ അടക്കണമെന്ന്. അപ്പോൾ ചങ്ങായി 25 രൂപ ഒന്നാഴ്ചയാണ് കൊടുത്തത്. എന്താ 4 ആഴ്ചക്കത്തെ കായിക കഴിഞ്ഞ് കമ്മിറ്റിക്കാർക്ക് 5 രൂപയല്ല ആവശ്യം, എന്നത് 25 രൂപ നിങ്ങൾ പണ്ടെടുത്തോളിന്നാണ്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. മുമ്പ് തന്നെ അതാതെ പള്ളിക്കൊക്കെ പോയാലോ. അപ്പൊ പള്ളിക്കൊക്കെ ചെന്നപ്പോ തന്നെ ഹൗലും കലക്കെ കമ്മിറ്റിക്കാരും മുന്നിച്ച് പിരിവുന്നുണ്ട്. ഒന്ന് അതാതെ പള്ളി ഓനക്ക് സദക്ക വെറുപ്പാണ്. അപ്പൊ മുഹമ്മദേ ഇന്നൊരു പിരിവുണ്ട്, ഇതിലെന്തെങ്കിലും ഇത് ഒന്ന് അതാതെ പള്ളിക്കൊക്കെ ഇല്ല. ഓൻ കീശേന് 5 രൂപ എത്തിങ്ങാണ്ടാണ്. അള്ളഹാനോടും റസൂലുള്ളാഹിനോടും വെറുപ്പൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ പള്ളിക്കൊക്കെ വരത് വന്നാ പിന്നെ ഇതാണ് പറഞ്ഞു. അപ്പൊ ഓനക്ക് അള്ളഹാനോടും റസൂലുള്ളാഹിനോടും വെറുപ്പുണ്ടായിട്ടല്ല പള്ളിക്കൊക്കെ വരാത്ത, പക്ഷെ പിരിവുണ്ടാവും എന്ന് വിചാരിച്ച ഓൻ പള്ളിക്കൊക്കെ വരാത്ത. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ പലവരും പല രൂപത്തിലുമാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് സമയം കളയല്ലോ, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാൻ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുഅ്മിനീങ്ങളുമായുള്ളൊരു ബന്ധം ഏതായാലും ആ ഓക്കെ ഉസ്താദിന്റെ പേരിൽ എപ്പ തലപ്പാവ് ധരിക്കുമ്പോഴും കെട്ടുമ്പോഴും ഓക്കെ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഉപകാരപ്രദമായ തലപ്പാവുകളുടെ കൂട്ടത്തിൽ ഉഖ്റവിയായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തനെ അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ തലയിൽ വയലുമുണ്ടേച്ച് കെട്ടാതുള്ളൂ. ഞാൻ ഓക്കെ ഉസ്താദിന്റെ ആ ഒരു ബന്ധാണ് പറയുന്നത്. പക്ഷെ അത് ചിലതൊക്കെ അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ജീവിതത്തിൽ നിന്ന്. ഒരു മിനിറ്റ്. അപ്പോ ചില വീട്ടിലായതുകൊണ്ട് ചിലപ്പോ ആരെങ്കിലൊക്കെ വരുമല്ലോ. അപ്പോ അങ്ങനെ ആ ബന്ധങ്ങൾ അപ്പൊ ഏതായിരുന്നാലും നിങ്ങളൊക്കെയും എപ്പോഴും ഇനി അവസാനമായി ഞാനൊരു കാര്യം പറയാം. പുതിയ ശ്രോതാക്കള് പഴയോലക്കാര് കേട്ടിട്ടുണ്ടാവും. ഒരു ഫാത്തിഹ, ഞാൻ മുമ്പൊരിക്കൽ 10 സലാത്തിന്റെ കൂട്ടം പറഞ്ഞു. അതൊന്നിപ്പോൾ പണിയില്ല, ചില്ലറ അമലേറ്റ് നമുക്ക് വലിയ സ്ഥാനം കിട്ടും. ഒരു ഫാത്തിഹ ദിവസത്തില് നമ്മൾ ഓൺലൈനിൽ ഫാത്തിഹ ഓതുമ്പോ ചിലപ്പോൾ നമ്മളത് ഓതാൻ കൂടിന് വരും, ഓതാൻ സാധിച്ചില്ലാന്ന് വരും. ഐഡിയ ഉണ്ടാവും, നമ്മളെവിടെങ്കിലും പുറത്തു പോയിട്ടുണ്ടാവും. നമ്മൾ ഒഴിഞ്ഞു നിന്ന് ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ ഒരു ഫാത്തിഹ ഓതിയിട്ട് മൊത്തത്തിൽ റസൂലുള്ളാഹിന്റെ ഖൈറിന്റെ മുഴുവൻ അഹ്ലികാരിന്റെ. അപ്പൊ എല്ലാരും പെത്തു, ഓക്കെ ഉസ്താദും പെത്തു, അന്തോൺ ഉസ്താദും പെത്തു, ഷൊർഷോൽ ഉസ്താദും പെത്തു, ബദരീങ്ങളും പെത്തു, എല്ലാരും അതിലാണ്ട് പെടും. എല്ലാരും അല്ലാഹ്. അപ്പൊ എന്തായി മുഴുവൻ ഖൈറിന്റെ അഹ്ലികാരുമായി നമുക്കൊരു ബന്ധം ദിവസേന ഉണ്ടാവും. ഒരു ദിവസം ആ ഫാത്തിഹ ഓതാൻ നമുക്ക് സാധിച്ചില്ല, എന്തേ കാരണം? മരണം ഉണ്ടാവുമല്ലോ, നമുക്കൊരു മരണം ഉണ്ടാവുമല്ലോ. ഈ ഖൈറിന്റെ അഹ്ലികാരൊക്കെ അന്വേഷിക്കും, നമുക്ക് ദിവസേന ഒരു ഫാത്തിഹ വന്നീനല്ലോ ഇന്നാലിന്ന സ്ഥലത്തുനിന്ന്, ആ വനം മേഖലയിൽ താമസിക്കുന്ന തിരുവമ്പാടി ഭാഗത്തുനിന്ന്, ആ കാട്ടുപ്രദേശങ്ങളിൽ നിന്ന് ഒരു ഫാത്തിഹ വന്നീനല്ലോ, ആ ഫാത്തിഹ എന്ന് കാണാനില്ലല്ലോ, അന്വേഷിക്കും. യാതൊരു സംശയമില്ല. നമുക്ക് ദിവസേന ഒരാൾ പൈസ തരുന്നുണ്ട് നോക്കുക. ഇപ്പൊ ഞാൻ ഒരു ഉസ്താദ്, ആ ഉസ്താദിന് ഒരാൾ എന്നും 5 രൂപ രാവിലെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. കൂട്ടത്തിൽ തിരുത്തപ്പെടേണ്ട ഒരു ധാരണ, ഈ രാവിലെ 5 രൂപ, രാവിലെ 5 രൂപയാണ് കൊടുക്കുന്നത്. നമ്മളെ സാധാരണ കച്ചവടക്കാർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്. ഇസ്ലാമികമായ ആ ധാരണ തിരുത്തണം. എന്താ ധാരണ? കൈനത്തം വിൽക്കാതെ ആർക്കും കടം കൊടുക്കൂല, ഇല്ലേ? അങ്ങനെ ഒരു ധാരണ. ആരെങ്കിലും ഇപ്പൊ തിരുവമ്പാടി പീടിക കച്ചവടക്കാരനോ പീടിക തുറന്നിരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ അത് ഒരു 1 കിലോ ചായപ്പൊടി അല്ലെങ്കിൽ ഒരു 25 രൂപ റീചാർജ് കൂപ്പൺ കണ്ട് നിർത്താനാണ്. തിരുവമ്പാടി പറയുമോ നിൽക്കാറിയില്ല. ഈ മുണ്ടാന കൈനത്തം വിറ്റിട്ടില്ല എന്നായി. കൈനത്തം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ വന്ന മനുഷ്യനെ മടക്കി വിടും. ചെയ്യരുത്. അങ്ങനെ ഒരു ധാരണ ഉണ്ട്. കൈനത്തം നമ്മൾ എന്തെങ്കിലും കൊടുക്കാതെ കടം കൊടുത്താൽ അന്ന് പിന്നെ ആകെ കച്ചവടം കടത്തിലോതും, പിന്നെ വൈകുന്നേരം വരെ കടത്തിലോതും. അങ്ങനെയല്ല. രാവിലെ നമ്മൾ ഒരു പീടിക കച്ചവടക്കാരനാണ്,
ഇനി ഏത് വ്യക്തിയാണെങ്കിലും സുബൈ നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ സദക്ക നമ്മളെ ആദ്യം അങ്ങോട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് വാങ്ങേണ്ടത്. എന്നാൽ നമ്മുടെ സാധാരണക്കാര് വേറൊരു സ്വഭാവമാണ്. അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയതിന്റെ ശേഷം തിരിച്ചു കൊടുക്കുന്നത് അല്ല. അതേമാതിരി ചില സ്ഥലങ്ങളിൽ ഒരു വിശ്വാസമുണ്ട്, രാത്രി കഥ അടക്കാൻ നേരത്തിൽ ലാസ്റ്റ് കഥം കൊടുത്താൽ പിറ്റേ ദിവസം ഫുള്ള് കഥത്തിൽ ഓടുന്നു. അതൊന്നും ശരിയല്ല. ആ ധാരണയ്ക്ക് നമ്മൾ തിരുത്തണം. കാരണം രാത്രി നമ്മൾ പീടി അടക്കാൻ നേരത്തൊരു പാപം വന്നു. ഇന്ത്യയൊക്കെ ഞാൻ പൈസ പെരയിലാണ്, ഭാര്യ വിളിച്ചേന് രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കാൻ എന്തില്ല, ചായപ്പൊടി ഇല്ല. ഇനി പെരെ പോയി വരുമ്പോ ഇജ്ജ് പീടി അടക്കും ചെയ്യും. സുബൈസ്കാരം കഴിഞ്ഞാൽ ഒരു വെള്ളം കുടിക്കാൻ ചായപ്പൊടി ഇല്ല, എന്റെ കയ്യിലാച്ച പൈസ ഇല്ല, അത് പെരയിലാണുള്ളത്. ഞാൻ പീടി അടക്കാന്ന്, ഇനി കട്ടൻ ചായ ഇപ്പൊ എനിക്ക് ഞാൻ ചായപ്പൊടി കടം തരൂല എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ചായപ്പൊടി വാങ്ങാൻ പേര് വന്നൊരു ദേഷ്യം ഉണ്ടാവും ഇല്ലേ? സുബൈസ്കാരം കഴിഞ്ഞാൽ ഒന്നും കൂടി ദേഷ്യം കൂടി. ആ ചെങ്ങായി ഒരു കട്ടൻ ചായ കുടിക്കാൻ സാധിച്ചില്ല സുബൈസ്കാരം കഴിഞ്ഞിട്ട്. ഓനോട് ചോദിച്ചേക്കാൻ ചായപ്പൊടി കടം ചോദിച്ചപ്പോ പീടി അടക്കാൻ നേരത്തെ തരൂല എന്ന് പറഞ്ഞൊക്കെ. നേരെ മറിച്ച് നിങ്ങളൊന്ന് കൊളുത്തോക്കാനി, ആ കടടക്കാൻ ഇജ്ജ് കൊണ്ടേക്കോ. അള്ളാഹുത്താല നാളെന്റെ കച്ചവടം കടത്തിലോടാനാണ് തീരുമാനം, കടത്തിലോടും. അല്ല ഫുള്ള് വിറ്റൊഴിക്കാനാണ് തീരുമാനമെങ്കിൽ അത് ഫുള്ള് വിറ്റൊഴിക്കും. അതൊക്കെ അള്ളാന്റെ തീരുമാനം പോലെ. ഇജ്ജ് പോയിട്ട് ചായപ്പൊടി, ചില ആൾക്കാർ അങ്ങനെ സാധനം കടം വാങ്ങുമ്പോ ചോദിക്കും, എന്ത് ചോദിക്കും, അല്ല നിങ്ങൾ പീടി അടക്കാതെ അയക്കണോ, നിങ്ങൾ പീടി അടക്കാതെ അയക്കണോ, അല്ല എന്റെ അല്ല ഇപ്പൊ ചെറിയ സാധനം വാങ്ങിന്ന്, ഞാൻ എന്റെ കയ്യിലാച്ച പൈസ ഇല്ല. നല്ല മനുഷ്യന്മാർ ഇജ്ജ് കൊണ്ടയക്കമാന്, നിക്കെന്തായിരുന്നു ആരെപ്പത് പീടി അടക്കാൻ നേരത്തെ കടം കൊടുക്കാൻ പറ്റൂല എന്ന്. അതൊക്കെ ജനങ്ങളൊരു അന്ധവിശ്വാസം. നേരെ മറിച്ച് നമ്മൾ ആ കടം കൊടുത്താൽ ആ മനുഷ്യൻ വരുമ്പോ അൽഹംദുലില്ലാ, ഞാൻ ലാസ്റ്റവും പീടി അടക്കാൻ നേരത്തും പലോലും കടം കൊടുക്കലില്ല, ഓൻ തന്നല്ലോ, അള്ളാഹ് ഓന്റെ കച്ചവടത്തിൽ ഇജ്ജ് ബറക്കത്ത് കൊടുക്ക്. ആ ഒരു അൽഹംദുലില്ലാ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു അൽഹംദുലില്ലാ, ഭയങ്കര മഹത്തുള്ളൊരു അൽഹംദുലില്ലേക്കാണ്. അപ്പൊ ഞാൻ പറയട്ടെ, രാവിലെ ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന രാവിലെ ദിവസേന ഒരാളൊരു സദക്ക എത്തിച്ചു കൊടുക്കലുണ്ട് അല്ലേ? ഒരു ദിവസം നമുക്ക് ആ സദക്ക കിട്ടിയില്ല. എനിക്കിപ്പോ ഒരാളോ ദിവസേന ഒരു സദക്ക എത്തിക്കുന്ന ആരും ഇല്ല, ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടി പറയാന്ന് എന്ത് നിങ്ങൾ വിചാരിച്ചോലി, ഞാൻ കിട്ടാൻ വേണ്ടിയല്ല. പക്ഷെ ഒരു ദിവസമായി കണ്ടില്ല. ഞാൻ ആലോചിക്കൂലേ മോമിനിങ്ങളെ, എന്നും അയാൾ 10 ഉറുപ്പ്യ കൊന്നിപ്പോ അയാളെ കാണാനില്ലല്ലോ. അയാൾക്ക് എന്തെങ്കിലും പറ്റുമോ? അയാൾ വൈക്ക വീണോ? അതേ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അതല്ല അയാൾ മരിച്ചോ? എന്തെന്നാ 10 ഉറുപ്പ്യ കണ്ടില്ലല്ലോ. സ്വാഭാവിക നമ്മൾ അന്വേഷിക്കും, നമ്മൾ ചിന്തിക്കും നമ്മള്. എന്നതുപോലെ നമ്മൾ ദിവസേനൊരു ഫാത്തിഹ മൊത്തം ഖൈറിന്റെ അഹ്ലുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം അത് കാണുന്നില്ല. നമ്മുടെ കുടുംബമിത്രാദികളായ കബറാളികൾ അന്വേഷിക്കും, എന്റെ അമ്മായിയുടെ മകൻ എന്നൊരു ഫാത്തിഹ ഓതിന്, ഇന്ന് അമ്മായിയുടെ മകന്റെ ഫാത്തിഹ കാണുന്നില്ല, എന്റെ അമ്മായിയുടെ മകൻ എന്ത് പറ്റി, ഓൻ മരിച്ചോ, എന്റെ മാതിരി ഓനും കബറാളിയായി മാറിയോ? ചിന്തിക്കും. ഖൈറിന്റെ അഹ്ലുകാർ നമ്മെ അന്വേഷിക്കും. അതിനൊക്കെ കിതാബിയായി ഒരുപാട് ചരിത്രങ്ങളും രേഖകളും ഉദ്ധരിക്കാനുണ്ട്. അല്ലാഹു തആല അങ്ങനത്തെ ഒരു അമല് ചിലപ്പം ഒന്നും വേണ്ട മുഅ്മിനീങ്ങളെ, നമ്മളൊരു വീഴാൻ പോവുകയാണ്. എന്നും ബദരീങ്ങളെ പേരിൽ ഫാത്തിഹ ഓതുന്നൊരു വ്യക്തിയാ. ആ ബദരീങ്ങൾ റബ്ബേ എനിക്കെന്നും ഫാത്തിഹ കൊടുത്തയക്കുന്ന ഇന്നാലിന്നാളെ വീഴാൻ പോന്ന് പിടിക്കാൻ അവിടെ ആളുണ്ടാവും. അതാണ് മഹാന്മാരേറ്റുള്ള ബന്ധം. ആ ബന്ധം സ്ഥാപിക്കാൻ എല്ലാവരും തയ്യാറാവുക. അതാണ് നമ്മുടെ ആഖിറത്തിലെ വിജയം. നമ്മുടെ നിക്കാലും നമ്മുടെ നോമ്പും നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും അതിൽ ഏതൊക്കെ സഹീഹ്, ഏതൊക്കെയാണ് അതിൽ മഖബൂലായത്, ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ KMIC-യിൽ നിന്നൊരു പോത് മസ്തല പഠിച്ചു. എന്നിട്ട് അമലുകളൊക്കെ സഹീഹായി നല്ല ശരീഅത്തിൽ. അതിന്റെ ഷർത്തും ഫർളും സുന്നത്തും കറാഹത്തും ഒക്കെ പരിഗണിച്ചിട്ട് തന്നെ നമ്മൾ നിസ്കരിച്ചത്. പക്ഷെ സഹീഹ് ആയതുകൊണ്ട് അത് മഖബൂലായിക്കൊള്ളണമെന്നില്ല. മഖബൂലാവാനുള്ള കാരണം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ,
എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം 1000 റക്അത്ത് എക്സ്ട്രാ സുന്നത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാ. ഫർളുകൾ, റവാത്തിബ്, തഹജ്ജുദ്, വിത്ർ, ളുഹ പോലത്തെ സുന്നത്തുകൾക്ക് പുറമെ 1000 റക്അത്ത് എക്സ്ട്രാ സുന്നത്ത് നിസ്കരിക്കുന്ന മഹാൻ ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ നേരത്ത് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിന്റെ ഹാദിമീങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഉസ്താദേ നിങ്ങളിങ്ങനെ കരയുന്നത്? ഒരു ദിവസം 1000 റക്അത്ത് അധികം നിസ്കരിക്കുന്ന നിങ്ങൾക്ക് പേടിക്കാനുണ്ടോ? ആ സമയത്ത് ആമിർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, എന്റെ നിസ്കാരക്കും ശരിയാണ്, പക്ഷേ ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരു വാക്കുണ്ട്, അതാണ് എന്നെ വല്ലാതെ വേദനിപ്പിച്ചത്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നും മാത്രമേ അല്ലാഹു അമല് സ്വീകരിക്കുകയുള്ളൂ. ഞാൻ 1000 റക്അത്ത് അധികം നിസ്കരിച്ചു, സംഗതി ശരിയാണ്, പക്ഷേ ആ നിസ്കാരത്തെയും അള്ള സ്വീകരിച്ചോ എന്നറിയില്ല. അതുകൊണ്ട് ശ്രോതാക്കളെ, നമ്മൾ KMIC-യിലൂടെ ഫിഖ് പഠിച്ചു, ഖുർആൻ ഓതാൻ പഠിച്ചു, നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കിയൊക്കെ ശരിയാണ്. പക്ഷേ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. തഖ്വയിൽ അനിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്കാണ് അന്തിമ വിജയം. അപ്പൊ നമ്മുടെ അമല് സഹീഹായാൽ മാത്രം പോരാ, അത് ഇഖ്ലാസോടുകൂടെ ചെയ്ത് അള്ളാഹു മഖബൂലാക്കണം. അള്ളാഹു ഞാൻ ചെയ്യുന്ന എല്ലാ നന്മകളും സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ പെടുത്തി അവയുടെ പ്രതിഫലം നാളെ ആഖിറത്തിൽ വെച്ച് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാനൊരൊറ്റ കാര്യം കൂടി ഉണർത്തട്ടെ. ആകത്തുക ഞാൻ ഇതുവരെ പറഞ്ഞത് ബലാഉ ഉഖൂബത്തുമുണ്ട്, ബലാഉ മസൂബത്തുമുണ്ട്. 2 വിധം ബലാ ഉണ്ട്. ഒന്ന് നമ്മുടെ തെറ്റായ കാര്യങ്ങൾ കാരണം അള്ളാഹു ശിക്ഷയായി തരുന്ന ബലാ, അത് ജീവിത രീതി മോശമാകുമ്പോ സംഭവിക്കുന്നതാണ്. മറ്റത് ബലാഉ മസൂബത്ത്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് അള്ള നമ്മളങ്ങനെ പരീക്ഷിക്കും. ഇവൻ എത്രത്തോളം പരീക്ഷണത്തിൽ വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടി ആ പരീക്ഷണത്തിൽ വിജയിക്കുമ്പോ വലിയ വലിയ ദറജകൾ നാളെ ആഖിറത്തിൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബലാഉ മസൂബത്ത്, സ്ഥാനം ഉയർത്താനുള്ള ബലാവും അള്ളാഹ് നമുക്ക് തരും. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സാധാരണക്കാരോട് പറയുന്നു, എന്റെ നിസ്കാരം മോശമായതുകൊണ്ടാണ് ഞാനിങ്ങനെ നല്ലവനായി ജീവിച്ചിട്ടും എന്റെ കഷ്ടപ്പാട് തീരുന്നില്ലല്ലോ എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അത് നമ്മുടെ മരണസമയത്ത് സൂഉൽ ഖാത്തിമത്ത് വരാൻ കാരണമാകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത് നമ്മളെ ഈമാനിയായി എല്ലാ സാധാരണക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് കുറെ പ്രയാസങ്ങളുടെ ദൂരീകരണത്തിനു വേണ്ടി ഉസ്താദന്മാരുടെ ദുആയിൽ പങ്കെടുക്കാൻ വന്ന മുഅ്മിനീങ്ങളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തിയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് സമയത്തിനനുസരിച്ച് ഫിഖ്ഹിയായ മസ്അലകളിലേക്ക് കടക്കാം. ഒരുപാട് മസ്അലകളുമായിട്ട് തന്നെയായിരുന്നു ഞാൻ വന്നത്. പക്ഷേ എനിക്കെന്തോ തോന്നി ഇന്ന് ഇതൊന്ന് പറയുന്നത് നല്ലതാണ്. കാരണം പലവരും വിളിച്ചുകൊണ്ട് ഈ സങ്കടം പറയാറുണ്ട്. ഞാൻ എത്രയോ ഒരു കരഞ്ഞും കൊണ്ട് ഉസ്താദേ ഒരാളെ 10 ഉറുപ്യ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ അറിഞ്ഞും കൊണ്ട് ലോക്കത്ത് നിസ്കാരം ഖളാ ആക്കിയിട്ടില്ല, ഞാനൊരു പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല, പക്ഷേ എന്റെ ജീവിതം വളരെ കഷ്ടപ്പാടിലാണ്. എന്റെ റബ്ബിനെ കഷ്ടപ്പെടുത്താൻ തന്നെയാണോ തീരുമാനമെന്ന് വിവരമില്ലാത്ത പല സാധാരണക്കാരും പറയുമ്പോ അവരോട് ഫോണിലൂടെ ഇങ്ങനെ പറയാൻ സാധിക്കൂല. അതുകൊണ്ട് ഞാനൊന്ന് സാന്ദർഭികമായി ഉണർത്തിയതാണ്. എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഓക്കേ ഉസ്താദിന്റെ ബറക്കത്ത് കൊണ്ട് ഇപ്പോൾ ഇത് പറയാൻ തോന്നിപ്പിച്ചതുകൊണ്ട് ഏതോ ഒരു ശ്രോതാവിന്റെ ഒരു തെറ്റുധാരണ തിരുത്താൻ ഈ ഒരു തോന്നൽ കാരണം വന്നിട്ടുണ്ട് എന്ന്
ഞാൻ ഓക്കെ ഉസ്താദിനെ മുൻനിർത്തി ഞാൻ വിശ്വസിക്കുന്നു. ഏതായിരുന്നാലും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എനിക്കൊരു വിഷമം എത്തുമ്പോ ഞാൻ വിചാരിക്കുന്നത് എനിക്കാണ് ഏറ്റവും വലിയ വിഷമം. പക്ഷേ എന്നേക്കാൾ വിഷമിക്കുന്ന ആരോ ഒരാൾ ഇവിടെയുണ്ട് എന്ന വിവരം നമ്മൾ അറിയുന്നില്ല. അതിലേക്ക് പലകമായി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് പിന്മാറാം. മഹാനായ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരിക്കൽ ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി കയറി വന്നു. ആര്? ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്. ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്. ആരാ അവരെ നമ്മൾ എപ്പോഴും പരിഗണിക്കണം. അതായത് ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക് ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു കണ്ണ് കാണാത്ത ഒരാൾ കയറി വന്നു. ആ കണ്ണ് കാണാത്ത ആളോട് ഖലീഫ ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്? നല്ല ആലോചിക്കണം. ഇത് സാധാരണക്കാർ വളരെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമുക്കൊരു വിഷമം എത്തുമ്പോ എന്നത്തെ റബ്ബ് ഇടങ്ങറാക്കുകയാണ്. ഞാനാകെ കഷ്ടപ്പാടിലാണ്, ഞാനാകെ ദുരിതത്തിലാണ്. ആ കോല് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്. ആരാണ്? റേഡിയോ ശ്രോതാവ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, റേഡിയോ ശ്രോതാക്കളാവുമ്പോ നമ്മളത് പരിഗണിക്കണം. അപ്പൊ ചില വിഷയങ്ങൾ കേൾക്കുമ്പോ സങ്കടപ്പെട്ടിട്ടുണ്ട് വിളിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ. അപ്പോ നിന്റെ കണ്ണ് കാണാത്തത് എങ്ങനെ കണ്ണ് പോയത്? എങ്ങനെ കണ്ണ് പോയത് എന്ന് ചോദിച്ചപ്പോ ആ കണ്ണ് കാണാത്ത മനുഷ്യൻ ദയനീയമായ അദ്ദേഹത്തിന്റെ കണ്ണ് പോയ ദയനീയമായ ആ കഥകൾ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭരണാധികാരിയെ, പ്രഭു, ഞാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. ശ്രദ്ധിക്കണം, ഞാൻ വലിയ മുതലാളിയായിരുന്നു. ഞാൻ ധാരാളം കൃഷികളും എണ്ണമറ്റ ആടുകളും മൃഗങ്ങളും മാടുകളൊക്കെയുമുള്ള വലിയ ഒരു ധനികനായിരുന്നു. കണ്ടമാനം സ്ഥലം, കണ്ടമാനം കൃഷി, ഇഷ്ടംപോലെ ആടുമാടുകൾ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വെള്ളപ്പൊക്കത്തിൽ എന്റെ കൃഷികളൊക്കെയും നശിച്ചു. എന്റെ ആടുമാടുകളൊക്കെയും വെള്ളത്തിൽ ഒലിച്ചുപോയി. കുടുംബങ്ങളും ഭാര്യയും മക്കളൊക്കെയും വെള്ളത്തിൽ ഒലിച്ചുപോയി. അങ്ങനെ സ്വത്ത് ഒന്നടക്കം ഒലിച്ചുപോയി. ആ എന്റെ സ്വത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടത്, ബാക്കിയായത് ഒരു കൊച്ചു കുഞ്ഞും ഒരു കൊച്ചു കുട്ടിയും ഒരു ഒട്ടകവുമാണ് എനിക്ക് ബാക്കിയായത്. ബാക്കിന്റെ എല്ലാ സ്വത്തുക്കളും എന്ത് ചെയ്തു? നശിച്ചുപോയി. ആ ഒട്ടകമാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. എനിക്കൊരുപാട് ഒട്ടകങ്ങളും മാടുകളും എല്ലാം ഉണ്ടായിരുന്നു. കൃഷികളും എല്ലാം വെള്ളപ്പൊക്കത്തിൽ നശിച്ചു. എന്റെ ഭാര്യയും പോയി, എന്റെ കുടുംബം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ഒരു കൊച്ചു കുഞ്ഞു ബാക്കിയ എന്റേതായ ഒരു ചെറിയ സന്താനം ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാനും രക്ഷപ്പെട്ടു, ഒരു ഒട്ടകവും. പക്ഷെ ആ ഒട്ടകത്തിനൊരു സ്വഭാവമുണ്ടായിരുന്നു. എന്താണ്? ഞാൻ പറഞ്ഞാൽ കേൾക്കാത്ത ഒട്ടകമായിരുന്നു. എനിക്ക് ഇണങ്ങി ജീവിക്കുന്ന ഒരു ഒട്ടകമായിരുന്നില്ല. ഒരു നാള് എന്റെ കയ്യിൽ നിന്ന് ഒരു സമയത്ത് എന്റെ കയ്യിൽ നിന്ന് ആ ഒട്ടകം എന്ത് ചെയ്തു? കൊതറി ഓടുകയാണ് ഉണ്ടായത്. ഞാൻ ആ ഓടിപ്പോയ ഒട്ടകത്തെ പിടികൂടാൻ വേണ്ടി അതിന്റെ പിന്നാലെ പാഞ്ഞു. ഒട്ടകത്തെ പിടിക്കാൻ വേണ്ടി ഞാൻ പിന്നാലെ പാഞ്ഞ സമയത്ത് ഇങ്ങേ പുറത്തു നിന്ന് എന്റെ ഈ കൊച്ചു സന്താനം ദയനീയമായി കരയുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഞാൻ ഒട്ടകത്തെ ഒഴിവാക്കി. എന്താണ് എന്റെ ഈ കുട്ടി കരയുന്നത് എന്ന് ആലോചിച്ച് ഞാൻ എന്താക്കി? ഈ കുഞ്ഞിന്റെ ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാ, ഞാൻ എന്റെ കൃഷികൾ പോയി, എന്റെ ഒട്ടകങ്ങളൊക്കെയും പോയി, എന്റെ മൃഗങ്ങളൊക്കെ നശിച്ചു, എന്റെ കുടുംബങ്ങളൊക്കെയും പോയി. എനിക്ക് എന്റേതായി ശേഷിച്ചത് ഈ ഒട്ടകവും ഈ ചെറിയ സന്താനവും. ഒട്ടകമാണെങ്കിൽ എന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു ഒട്ടകവും,
അത് ഓടിപ്പോയപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ എന്റെ കുട്ടി അട്ടഹസിച്ച് കരയുന്നത് കേട്ടു. ഒട്ടകത്തെ പോയാലും വേണ്ടില്ല, എന്റെ ഈ കുഞ്ഞു സന്താനത്തിന്, ഈ പിഞ്ചു പൈതലിന് എന്തു സംഭവിച്ചു, എന്താണത് കരയുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ എന്നെ ആകെ തളർത്തിയ രംഗമാണ് ഖലീഫ ഞാൻ കണ്ടത്. എന്റെ കുട്ടിയെ ഒരു ചെന്നായ പിടിച്ച് എന്റെ കുട്ടിയുടെ കഴുത്ത് ചെന്നായയുടെ കഴുത്തിലാണ്, വായിൽ അമർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ചെന്നായയുടെ വായയിൽ നിന്ന് എന്റെ ആ കൊച്ചു സന്താനവും രക്ഷപ്പെടാത്ത രൂപത്തിലായി. അവസാനം കുട്ടി നഷ്ടപ്പെട്ടു. ഇനിയിപ്പോ എനിക്കുള്ളത് പിന്നൊരു ഒട്ടകമാണ്, ഞാൻ അതിനെ പോയി കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ച് ഈ കുട്ടി ഏതായാലും ചെന്നായയുടെ വായയിൽ അകപ്പെട്ടു. ഞാൻ ആ ഒട്ടകത്തെ തിരിച്ചു പിടിക്കട്ടെ എന്ന് വിചാരിച്ചു ഒട്ടകത്തിന്റെ ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചോടിയ സമയത്ത് ആ ഒട്ടകം എന്നെ ചവിട്ടിയ സമയത്ത് അതിന്റെ കാലിലുള്ള കുളമ്പ് എന്റെ മുഖത്ത് കൊണ്ട് എന്റെ 2 കണ്ണും പൊട്ടിപ്പോയി. ഇതാണ് എന്റെ അവസ്ഥ. നോക്കിങ്ങൾ, വലിയ ധനികനായ, വലിയ സമ്പന്നനായ, വലിയ കുടുംബനാഥനായ ഒരു വ്യക്തിയുടെ ദയനീയമായ കഥ ആർക്ക് വിശദീകരിച്ചു കൊടുത്തു? ഈ ഖലീഫാക്ക് ഈ കണ്ണ് കാണാതെ വന്ന വ്യക്തി വിശദീകരിച്ചു കൊടുത്തപ്പോ അവിടെ മറ്റൊരു സംഭവം എന്താ? അവിടെ ആരുണ്ട്? ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നാട്ടിലുണ്ട്. ഈ ഉർവത്ത് ബിൻ സുബൈറിന്റെ മനസ്സിലെ ചിന്ത എന്താണ്? ഏറ്റവും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും എനിക്കാണുള്ളത് എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരു ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ രാജ്യത്തുണ്ട്. അപ്പൊ ഈ ഖലീഫ പറഞ്ഞു, കണ്ണ് കാണാത്ത മനുഷ്യ, നിങ്ങളൊരു പണി ചെയ്യും. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഉർവത്ത് ബിൻ സുബൈറിനോട് ചെന്ന് നിങ്ങൾ പറയണം, ഉർവത്ത് ബിൻ സുബൈറിനേക്കാൾ 10 മടങ്ങ് ദുഃഖവും ദുരിതവും വിഷമങ്ങളും ഉള്ളവർ ഈ നാട്ടിൽ തന്നെ വേറെയുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ, ഉർവത്ത് ബിൻ സുബൈറിന്റെ പൂതി എന്താ? അയാളാണ് ഏറ്റവും വിഷമവും പ്രയാസവും ദുഃഖവും ദുരിതവും വിഷമങ്ങളുമുള്ള വ്യക്തി എന്ന്. എന്നാൽ ഉർവത്ത് ബിൻ സുബൈറിനേക്കാൾ വിഷമങ്ങളും പ്രയാസങ്ങളും പേറി നടക്കുന്നവർ, ഏറ്റി നടക്കുന്നവർ, സഹിച്ചു നടക്കുന്നവർ വേറെ തന്നെ ഈ നാട്ടിലുണ്ട് എന്ന് വിവരം പറയാൻ പറഞ്ഞു. എന്താണ് ഈ ഉർവത്ത് ബിൻ സുബൈറിന്റെ കഥ? എന്താ? അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പഴുപ്പ് വന്നു. ആ പഴുപ്പ് ബാധിച്ച അവസാനം കാല് മുറിക്കണമെന്ന് നല്ല വിദഗ്ധരായ വൈദ്യന്മാരൊക്കെ നിർദ്ദേശിച്ചു. ഉർവത്ത് ബിൻ സുബൈറിന്റെ കാലിൽ പഴുപ്പ് വരുന്നു. ആ പഴുപ്പ് കേറി കാലിന്റെ ഏതിലേക്ക് ഞെരിയാനിയെയും വിട്ടുകിടക്കാൻ തുടങ്ങിയപ്പോ വിദഗ്ധരായ വൈദ്യന്മാര് പറഞ്ഞു, കാല് മുറിക്കണം. അവരൊരു മസ്അല, അവരൊരു ഫിഖിന്റെ മസ്അല. എന്താ മസ്അല? ഒരാളുടെ കൈയിന്റെ വിരലോ കാലൊക്കെ അങ്ങനെ ആകങ്ങത്ത് ചീഞ്ഞൊലിച്ച്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഡോക്ടർമാര് പറഞ്ഞു, ഇന്നത് മുറിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ വന്നാൽ അത് മുറിച്ച് കളയാം എന്നാണ് മസ്അല. ഇനി അത് മുറിച്ചില്ലെങ്കിൽ എന്താവും? ആ പഴുപ്പ് മുട്ടിലേക്ക് ബാധിക്കും, പിന്നെ അവസാനം ശരീരത്തിലേക്കാകെ വരും. അതുകൊണ്ട് ആ പഴുപ്പുള്ള ഭാഗം അവിടെ വെച്ച് മുറിച്ച് അവസാനിപ്പിക്കലാണെന്ന് സ്വീകാര്യയോഗ്യമായ ഡോക്ടർമാർ പറഞ്ഞാൽ അത് മുറിക്കാം. മുറിക്കുന്നിടത്ത് മറ്റൊരു മസ്അല. അപ്പൊ മുറിക്കാം എന്നൊരു മസ്അല അറിയാത്തവരുണ്ടെങ്കിൽ ഓൾക്ക് കിട്ടി. ഇനി അവിടെ തന്നെ വേറൊരു മസ്അല, കാല് മുറിച്ചു മാറ്റുമ്പോ വേദന സഹിക്കൂല. അപ്പൊ അതിന് ബോധം കെടുത്താൻ പറ്റുമെന്ന് വേറൊരു മസ്അല. ബോധം കെടുത്താം. ഈ കാല് മുറിക്കേണ്ട ആവശ്യം വന്നു. സ്വീകാര്യോഗ്യമായ ഡോക്ടർമാർ പറഞ്ഞു മുറിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പഴുപ്പ് ശരീരത്തെ ആകെ ബാധിക്കുന്നവന് മുറിക്കാം. മുറിക്കുമ്പോ ഡോക്ടർമാർ പറഞ്ഞു, എനിക്ക് വേദന സഹിക്കാൻ വയ്യെങ്കിലും ഞാനൊരു ബോധം കെടുത്തുന്ന മരുന്ന് തരാം, ബോധം കെടുത്താം. അപ്പൊ അവിടെ വേറൊരു മസ്അല. അങ്ങനെ ബോധം കെടുത്തിയാൽ നിസ്കാരത്തിന്റെ ടൈമായാൽ അയാൾക്ക് നിസ്കരിക്കണോ നിസ്കരിക്കണ്ട? ആവശ്യമായ ചികിത്സാവശ്യാർത്ഥം ബോധം കെടുത്തി നിസ്കാരത്തിന്റെ ടൈം വന്നാൽ അതിനുവേണ്ടി ആ സമയത്തുള്ള നിസ്കാരം കളാ വീട്ടണ്ട.
പക്ഷേ നിസ്കാരം നിർബന്ധം തന്നെയല്ല, നിസ്കാരം ഖളാ വീട്ടണ്ട. പക്ഷേ അതിൽ നിന്ന് ഒരു സെക്കൻഡ് സമയം ലാസ്റ്റ് വക്തിൽ നിന്ന് അല്ലാഹു അക്ബർ പറയാനുള്ള സമയം കിട്ടിയാൽ ആ നിസ്കാരവും അതിന്റെ മുമ്പ് ജംആക്കപ്പെടുന്ന നിസ്കാരമുണ്ടെങ്കിൽ അതും ഖളാ വീട്ടണമെന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറൊരു മസ്അല പറയാം, ഈ മുറിച്ചത്തെ കാലം എന്താകാത്ത കക്കൂസും കുജിലും താത്താൻ പറ്റുമോ? ആസ്പത്രിയിലൊക്കെ ഇപ്പൊ അങ്ങനെ ചെയ്യുക അല്ലെ മുഅ്മിനീങ്ങളെ? നമ്മളെ ആസ്പത്രിയിൽ നിന്നൊക്കെ അങ്ങനെ ഒരു വിരല് മുറിച്ചു മാറ്റിയാൽ, അല്ലെങ്കിൽ ഈ പ്രമേഹമൊക്കെ കൂടി പൊഴുത്തതായിട്ടൊക്കെ മുറിച്ചു മാറ്റും. അത് മുറിച്ചു മാറ്റിയാൽ നമ്മളതുപോലെ ഓൽക്കിത് മൊത്തം എന്ത് ചെയ്യണം പറയാം. ഈ മുറിച്ചു മാറ്റിയാൽ അവരെന്ത് ചെയ്യും? ഓലതിലേക്ക് ഏതിലേക്ക്? ഓലക്കൊരു വേസ്റ്റ് കുഴിയുണ്ടാവും, എല്ലാ കച്ചറയും കൊണ്ടുപോയി ഇതിന്റെ സ്ഥലം. അവരൊക്കെ മസ്അലുണ്ട്. ഈ 3 മാസം 4 മാസം അതായത് രക്തപിണ്ഡം മാംസപിണ്ഡൊക്കെ ആയിട്ട് പ്രസവിക്കപ്പെടും, അല്ലെങ്കിൽ DNC ചെയ്തെടുത്ത് ഒഴിവാക്കേണ്ട ചില കേസുകളുണ്ട്. അത് കുട്ടികൾ അധികരിച്ചതിന്റെ പേര് ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഒരു ലേഡി ഡോക്ടർ പറഞ്ഞു ഈ മാംസപിണ്ഡത്തിന് വളർച്ചയില്ല, ഇത് നിങ്ങൾ ഗർഭമായി നിലനിർത്തിയിട്ടൊരു കാര്യവുമില്ല, അത് നിങ്ങൾ വിഷമിക്കും. അങ്ങനെയൊക്കെ ഒരു സ്വീകാര്യോഗ്യമായ ഡോക്ടർ വന്നാൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. അപ്പൊ അതെടുത്ത് ഒഴിവാക്കി. റൂഹ് ഊതുന്നതിന് മുമ്പാണെങ്കിൽ റൂഹ് ഊതിയാൽ വിധി മാറിപ്പോകും. ചിലപ്പം റൂഹ് ഊതിയിട്ട് ചിലപ്പം ചില സ്കാനിങ്ങിലൊക്കെ ഡോക്ടർമാർ പറയും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വളർച്ചയും കാര്യമൊക്കെ ഉണ്ട്, പക്ഷെ കണ്ണിന് കാഴ്ചയില്ല. പ്രസവിച്ചാൽ കുട്ടിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാവില്ല, കാഴ്ചയില്ലാത്ത കുട്ടിയാവും. വേണമെങ്കിൽ ഒഴിവാക്കാം, പക്ഷെ പാടില്ല. അല്ലെങ്കിൽ ചെവി കേൾവി കുറയും, അതിന്റെ പേരിലൊന്നും കുട്ടികളെ ഒഴിവാക്കാൻ പറ്റൂല. ഒരു നിലക്കൊതിഞ്ഞ് വളർന്നിട്ട് കാര്യമില്ല, അങ്ങനെ റൂഹ് ഊതിയിട്ടില്ല. അവരൊക്കെയും ഫിക്കിന്റെ കീഴിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഒഴിവാക്കുന്ന സാധനങ്ങൾ നമ്മളെന്ത് ചെയ്യും? അത് ഡോക്ടർമാര് അവരെ ഹോസ്പിറ്റലിലെ ക്ലീനിങ്ങിന്റെ ആൾക്കാർ അവരേതെങ്കിലും കച്ചറയൊക്കെ മാറ്റല, പാടില്ല. അതെന്തുവാണ്? കുളിപ്പിക്കലൊന്നും നിർബന്ധമൊന്നുമില്ല. അതിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് അതിനെ മറമാടൽ സുന്നത്താണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് മുറിക്കപ്പെട്ട അവയവങ്ങൾ. ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഉർവത്ത് ബിൻ സുബൈറിന്റെ കാല് മുറിക്കാൻ തീരുമാനമായി. അദ്ദേഹത്തിന്റെ പഴുപ്പ് കാരണം കാല് മുറിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഈ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന മനുഷ്യൻ അതിന് സന്നദ്ധമായി. പക്ഷെ അസഹ്യമായ വേദന അനുഭവപ്പെടും, അതിന് അല്പം കള്ള് കുടിക്കണം എന്ന് പറഞ്ഞു. ഡോക്ടർമാർ കൽപ്പിക്കാത്ത പലർക്കും ഫിക്കിന്റെ മസല വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഫിക്കിന്റെ മസലകളുണ്ട്. ഉർവത്ത് ബിൻ സുബൈറിനോട് കാല് മുറിക്കാൻ പറഞ്ഞു. അതിന് നല്ല വേദനയുണ്ടാകും. ആ വേദന അറിയാതിരിക്കാൻ വേണ്ടി കുറച്ചു മദ്യം കഴിക്കാൻ പറഞ്ഞു. ആരോട്? ഉർവത്ത് ബിൻ സുബൈറിനോട്. നമുക്ക് 2 മസല അവിടെ പറയാം. മദ്യം കൊണ്ട് ചികിത്സ, അതെ, ഈ ബോധം കരുത്തുന്നവർ തന്നെ മസലുണ്ട്. ലഹരിയായ നീരായ വസ്തുക്കൾ ഉപയോഗിച്ച് ബോധം കെടുത്താൻ പാടില്ല. പക്ഷെ അക്കാലത്തൊന്നും ഇപ്പൊ ഇങ്ങനത്തെ എന്താണ് എന്താ ഇംഗ്ലീഷിലൊരു പേരുണ്ട്. എന്തിനാ ബോധം കെടുത്തതിന് ഇംഗ്ലീഷിൽ എന്തൊരു പേരുണ്ടല്ലോ, ആർക്കെങ്കിലും അതിനോട് പേര്. നിശ്ചയച്ച നിങ്ങൾ ഇംഗ്ലീഷിൽ അയച്ചാൽ പിന്നെ ഞാനെങ്ങനെ വായിക്കുക? അത് രണ്ടും പാടെ എങ്ങനെ നടക്കുക? ബോധം കേൾക്കാന്ന് പറയാ. നിങ്ങൾ മലയാളത്തിലടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ മാനം കേൾത്താൻ അനിസ്റ്റേറ്റ്, അതായത് അടിച്ച് എന്ത് വന്ധ്യം വലിയ ആയാലും വേണ്ടിയില്ല മിങ്ങാലയാതെ അടിക്കുന്ന വായിക്കുക. അതിനപ്പോ ബോധം കേൾക്കാന്ന് പറയാം. കാരണം എന്താന്ന് വെച്ചാൽ ബുസീൻ എഴുതിയിട്ടല്ല, എന്താണ് ബുസീൻ എഴുതിയിട്ട് ബിസീന് വായിക്കണം. ഇംഗ്ലീഷിന്റെ കാര്യം അങ്ങനെ നോക്കി നമ്മളെ ഓൺലൈനിൽ ഇങ്ങനെ കാണാം. ഓൺലൈന് BUC എങ്ങനെ എഴുതുക അല്ലെ? അങ്ങനെയല്ല, ഇപ്പൊ ഇംഗ്ലീഷ് അങ്ങനെയാണ്. എന്താണ് BUSY? രതിക്ക് വായിക്കേണ്ടത് ബുസീനാണ്. അത് പക്ഷെ വായിച്ചാൽ തല്ലുത്തും വായിക്കേണ്ടത് ബിസിയാണ്. അതൊക്കെ ഇതാണ് ഇംഗ്ലീഷ്. ഞാൻ അതുകൊണ്ടാണ് ആ സാധനം തന്നെ തൊടാൻ പോവാത്തത്. ഏതോ ഇരിക്കട്ടെ, ബുസീൻ എഴുതുക, ബിസീന് വായിക്കുക. എന്നാ പിന്നെ എന്തെങ്ങനെ വരാഞ്ഞത്? BISY. അപ്പൊ ബിസീൻ ആർക്കും വായിക്കാം. ഇത് ബുസീൻ എഴുതുക, ബുസീന് വായിച്ച ബിസീന്. പണ്ടൊരാള് കുട്ടി എന്ത് ചെയ്തു, സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ രാത്രി വായിക്കുക ഇല. അപ്പൊ അച്ഛൻ പോയിട്ട് തെറ്റ് വായിച്ചുള്ളതാ, തെറ്റ് വായിച്ചത് അല്ല. അച്ഛൻ ഞാൻ ഈ എലാന്ന് വായിച്ചതാ, വായിച്ചു എല. കാരണം അച്ഛൻ ഇങ്ങനെ ചെറുപ്പം മുതലേ എല എന്നൊക്കെ കേട്ടിരിക്കുന്നത്. കുട്ടി ഇലാന്ന് വായിച്ചാലും. അപ്പൊ അതുകൊണ്ട് വായനയിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊക്കെ നമ്മൾ നിങ്ങളിപ്പോ അപൂർവ്വം തമാശ അതല്ല, നമുക്ക് കുറച്ചൊക്കെ നമുക്കൊരു സന്തോഷം പങ്കുവെക്കാൻ. നമ്മൾ വായന പഴച്ച വിഷയമാണ്.
ചൊല്ലുവാൻ സനത്തിനാൽ 100 ചതുർപ്പത്തെ ജബതനിൽ ബക്കായ ബക്കാദിക്കതിൽ ഊദീത്തേന്ന് നഫീസത്ത് മാലയിൽ ഒരു വരി കാണാം. സുബ്ഹാനല്ലാഹ്, അത് കാരണം എത്ര ആളാണ് ആശയം പേക്കഞ്ചിത്ത ചൊല്ലുവാൻ സനത്ത് 4 എന്നാണ് സബീനയിൽ മിക്കപ്പോഴും കാണുക. അങ്ങനെയല്ല. കാരണം എന്താ, ബീവി ജനിച്ചത് അപ്പൊ ആ ചൊല്ലുവാൻ സനത്തിനാൽ 100 ചതുർപ്പത്തെ അങ്ങനെ ആ വരി വായിച്ചാൽ, ആ വരി പാടിയാൽ അർത്ഥം കിട്ടുക എന്താണെന്നറിയോ? ഈ ഹിജ്റ 145 അല്ലെങ്കിൽ 144 ബീവി മരിച്ചു എന്നാ പറയാം. എന്നാ കുറെ കഴിഞ്ഞാൽ കാണാ അവിടെ എന്ത്, ഹിജ്റ 208 ബീവി ജനിച്ചത്. പാകത്തുക എന്തായി? ഹിജ്റ 208 ബീവി ജനിച്ചു, 144 ബീവി മരിച്ചു എന്ന്. നഫീസത്ത് മാല തെറ്റല്ലേ എന്നാ വഹാബി ചോദിക്കുന്നു. വഹാബി ചോദിക്കുക, എന്റെ നാട്ടിന്റെ അടുത്തൊരു ഇബ്രാഹിം ബുസ്താനി അങ്ങനത്തെ ഒരു വഹാബി മൗലവിണ്ട്. ഓ മാലനെ കളിയാക്കി പ്രസംഗിക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. അങ്ങനെന്തല്ല, ഓരോനിക്ക് പല്ല് ഡോക്ടർ സ്പെഷ്യലിസ്റ്റ്, കണ്ണ് ഡോക്ടർ സ്പെഷ്യലിസ്റ്റ്, മൂക്ക് ഡോക്ടർ എന്ന മാതിരി വഹാബിയുടെ കൂട്ടത്തിൽ ചില സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ചിലത് കളിയാക്കാനൊക്കെ. അപ്പൊ ഇബ്രാഹിം ബുസ്താനി വന്ന് വായിച്ചാർത്ഥം വെച്ച് ഇങ്ങനെ നോക്കി, നഫീസത്ത് മാലയത്ത് വെച്ച് നോക്കി, ബീവി മരിച്ചതിന്റെ ശേഷം ജനിച്ചു എന്നാണ് നഫീസത്ത് മാലയിൽ പറഞ്ഞത്. എന്താണ് പാടി? ചൊല്ലുവാൻ സനത്തിനാൽ 100 ചതുർപ്പത്തെ ജബതനിൽ മക്കായ ബക്ക ദിക്കതിൽ ഊദീത്തേ. പോലത്തെ ഞാൻ ഓർമ്മ വന്നപ്പോ പറഞ്ഞതാണ്. പക്ഷെ അതെന്താ അല്ല, അവിടെ ചൊല്ലുവാൻ സനത്ത് 4 എന്നല്ല, അല്ല കൊല്ലം 4 എന്നല്ല, പിന്നെന്താണ്? സനത്തിനാൽ, കൊല്ലത്തിനാൽ എന്നാണ്. പക്ഷെ വഹാബികൾ അവരെങ്ങനെ ചൊല്ലും? ചൊല്ലുവാൻ സനത്ത് 4, കൊല്ലം 400 അങ്ങനെ ആക്കും. എന്നിട്ട് അപ്പൊ അത് വലിയൊരു തെറ്റില്ല. അപ്പൊ വായന പേച്ചാലൊക്കെ ആശയങ്ങൾ പഴക്കും. കൂട്ടത്തില് നിങ്ങളുടെ വീടുകളിൽ മൗലിദിന്റെ കിതാബ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മൗലിദിന്റെ കിതാബ് എടുത്ത് നഫീസത്തുമാല മരിക്കുക. അതിൽ മിക്ക സബീനകളിലും ചൊല്ലുവാൻ സനത്ത് 4 കാണും. ആ സനത്ത് എന്നതിൽത്തെ എന്താക്കുക, ആ സുക്കൂനത്ത് വരണ്ടി കലയ. എന്നിട്ട് സനത്തിന്റെ തായിന്റെ അവിടെ, ഹാത്തായിന്റെ അവിടെ കെസുറ് തീർക്കുക. എന്നിട്ട് ചൊല്ലുവാൻ സനത്തിനാൽ എന്നാണ്. അപ്പൊ മൗലവി അതിന്റെ പിറ്റേ ദിവസം വന്നിട്ടൊരു മറുപടിക്ക് എന്താ പറഞ്ഞത് കാര്യം? അതെന്താ മുസ്ലിയാരെ, ഒരു സുക്കൂനല്ല എന്റെയൊക്കെ പഴച്ചിട്ടുള്ളൂ എന്നാണ്. അപ്പൊ തടി രക്ഷപ്പെടുത്തി, അതൊരു സുക്കൂനല്ല പഴച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു, മൗലവി സുക്കൂന് പഴച്ച അർത്ഥം അത് മാറും. അർത്ഥം അത് മാറും. എന്താണെന്നറിയോ? ഫ, ഞങ്ങൾ ആരൊന്നും വിചാരിക്കരുത്, ഫറജ്. അതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ ആതിനാ ഫീ ജമീഇ ഉമൂരിനാ ഫറജൻ വ മഖ്റജാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും തുറവതി നൽകണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം. ഫറജൻ, ഫാ ജീമ്, എനിക്ക് ഫത്തഹ്. നേരെ മറിച്ച് അവരൊരാള് ദുആ എന്നു മൗലവിനോട് ഞാൻ ചോദിച്ചു, മൗലവി സുക്കൂനാന്ത് പയച്ചുക, നമുക്ക് സുക്കൂനാക്ക. അല്ലാഹുമ്മ ആതിനാ ഫീ ജമീഇ ഉമൂരിനാ ഫർജൻ വ മഖ്റജാ ആക്കി എന്താവും? ഫാ ഉണ്ട്, റാ ഉണ്ട്, ജീമുണ്ട്. പക്ഷേ അർത്ഥം ഒരുപാട് വ്യത്യാസം വരും. നമുക്ക് ഖുർആൻ ഓതുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ഖുർആൻ ഓതും, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ. എന്ത് എവ്വന ഈ യാസീൻ എന്തോ മരിച്ചോൽക്കുത്തിന്? ഈ യാസീന്റെ കൂലി എന്താ? അള്ളാഹ്നോട് ദുആ എന്ന ദുആക്കുത്തരം കിട്ടും. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ. സാധാരണക്കാർക്കാ പേക്കുന്നത് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ. ഖലഖ, ഇണകളെ സൃഷ്ടിച്ച റബ്ബിനെ തന്നെയാണ്. ആ റബ്ബിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ഖലഖ, സൃഷ്ടിച്ചു. ഹലക്ക, വരണ്ടിനാണ്. പുല്ലി അങ്ങോട്ട് പോയാൽ അർത്ഥന്മാര് മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട പുരുഷന്മാരോട് ഞാൻ പറയുന്നു, പുത്തമ്പള്ളിയിലേക്ക് സിയാറത്തിന് പോകുമ്പോ, മമ്പുറത്തേക്ക് സിയാറത്തിന് പോകുമ്പോ, വലിയങ്കോട്ടേക്ക് സിയാറത്തിന് പോകുമ്പോ, മദവൂരിലേക്ക് സിയാറത്തിന് പോകുമ്പോ, അങ്ങനെ പല മക്കാമുകളിലേക്കും സിയാറത്തിന് പോകുമ്പോ അവിടെ ചുറ്റുഭാഗത്ത് ബുക്ക് സ്റ്റാളുകൾ കാണാം. ആ ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടാകും യാസീൻ അറബിയിലും മലയാളത്തിലും. വാങ്ങരുത് മുഅ്മിനീങ്ങളെ,
വാങ്ങിപ്പോവരുത് മുഅ്മിനീങ്ങളെ. വീട്ടിലെ പെങ്ങന്മാരെ കൊണ്ടതിൽ നോക്കി ഓദിപ്പിക്കരുത്. യാസീൻ അറബിയിലും മലയാളത്തിലും. യാസീൻ അറബിയിൽ അതിൽ രതിക്കോദിയിട്ടുണ്ട്. ഏതോ ബിസിനസ് കണ്ണുള്ളവര്, കച്ചവടക്കാര്, ഒരുപാട് സഹോദരിമാരും മദ്രസയിൽ പഠിക്കാത്തവരുണ്ട്. അവർക്ക് യാസീൻ ഓതാൻ അറിയില്ല. അപ്പൊ അവരെ കൊണ്ട് യാസീൻ മലയാളത്തിൽ ഓദിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ യാസീൻ മലയാളത്തില്, അങ്ങനെ യാസീൻ മലയാളത്തിൽ നോക്കുമ്പോ കാണാ ഹ എന്ന അക്ഷരം മലയാളത്തിലില്ല. പകരം ക എന്ന അക്ഷരമാണ് മലയാളത്തിൽ അതിന് ഉപയോഗിക്കുക. സുബ്ഹാനല്ലദീ കലക്കൽ അസ്വാജാനുകാന ഖലക എന്ന് ഓതം തേടത്തത്. അതാ യാസീനു മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു കലക. കല എന്ന വാക്കിന്റെ അർത്ഥം അറബിയിൽ വേറൊന്നാണ്, മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. വിവരമില്ലാത്ത സഹോദരിമാര് മക്കാമുകളിൽ സിയാറത്തിന് ചെയ്യുമ്പോ ഒരു യാസീനോദാം കച്ചവടക്കാരൻ പറയുന്നു, ഇമ്മാമ പങ്ങളെ നിങ്ങൾക്ക് അറബിയിൽ ഓതാൻ വെച്ചെങ്കിൽ മലയാളത്തിൽ നോക്കി ഓതാ. ഇതിന്റെ ഭയാനകത എന്താണെന്ന് അവർക്കറിയില്ല. അവര് അതാ യാസീന്റെ കോപ്പി ഓതി വന്ന് സുബ്ഹാനല്ലാഹ് അവനവന്റെ വീടുകളിൽ വെച്ച് പച്ചത്തച്ച് പച്ചപ്പൊല്ല് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഭാര്യന്മാരെ ബോധവൽക്കരണം നടത്തേണ്ട ഒരു വിഷയം തന്നെയാണ്. മക്കാമുകളിൽ ചെന്ന് നോക്കുമ്പോ പല കടകളിൽ നിന്നും പാവപ്പെട്ട സഹോദരിമാരത് വാങ്ങുന്നത് കാണാം. ഞാൻ പലപ്പോഴും പല സഹോദരിമാരോടും പറഞ്ഞിട്ടുണ്ട്, കൂട്ടത്തിൽ ഞാൻ പുതിയ ശ്രോതാക്കളായ മുഅ്മിനീങ്ങളുണ്ടെങ്കിൽ കേരളത്തിൽ പടർന്നു പിടിച്ച ഒരു മുസീബത്തുണ്ട്. വിഷത്തിൽ പടർന്നു പിടിച്ച ഒരു മുസീബത്ത്. അതെന്താ? ഏതോ ഒരു തെക്കൻ മൗലവി ഇറക്കിയ മൻസിലും മഫാസിലും. സുബ്ഹാനല്ലാഹ്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര് പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ ക്ലാസ് റൂമിൽ ഏതോ ഒരു ഫാമിലി ക്ലാസ്സിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്, അതിലത്തെ പോരായ്മകളൊക്കെയും. പക്ഷേ എല്ലാ മഖാമിന്റെ പരിസരത്തും സുലഭമായി കിട്ടുന്ന ഒരു ദിക്റിന്റെ പേരിൽ ഇറങ്ങിയ പുസ്തകമാണ് മൻസിലും മഫാസിലും. മിക്ക സ്ത്രീകളും അത് വാങ്ങുന്നു. വല്ലാതെ അതിന് പല സ്ത്രീകളും അഡിക്റ്റായി ജീവിച്ചിട്ടുണ്ട്. സീരിയൽ കാണുന്ന ബോധമില്ലാത്ത സ്ത്രീകളെപ്പോലെ എന്തെങ്കിലൊക്കെയും ദിക്റും ഔറാദും ചൊല്ലണമെന്ന് ചിന്തിക്കുന്ന പല സ്ത്രീകളും മൻസിലിനും മഫാസിലിനും അഡിക്റ്റായി ജീവിക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, പല ഗ്രാമപ്രദേശങ്ങളിലും പല മുതഅല്ലിമീങ്ങളും മൻസിലും മഫാസിലും വിൽക്കാൻ നടക്കുന്നത് കാണാം. എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ പെടാത്ത ആളായതുകൊണ്ട് ഞാൻ പറയുകയല്ല. വളരെ ഇന്നു തന്നെ മൻസിലും മഫാസിലും നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ എന്റെ ഈ പ്രസംഗം കഴിഞ്ഞാൽ ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്യണേ. ഏതോ ഞങ്ങളിപ്പോ ഒരു ക്ലാസ് കേട്ടു, ഒരു അബൂ റയ്യാൻ എന്ന ഐഡിയയിൽ നിന്നൊരു മനുഷ്യന്തോ പറഞ്ഞു സംഗതി ശരിയാണെന്ന് എനിക്കും തോന്നി. നീ മക്കാമിലേക്ക് മമ്പുറത്തേക്ക് പോയപ്പോ, പുത്തമ്പള്ളിക്കൽക്ക് പോയപ്പോ നീ മൻസിലും മഫാസിലും വാങ്ങിയിട്ടുണ്ടോ? ഞാൻ അയില് നോക്കി ചെല്ലിയിട്ടല്ലേ നിങ്ങൾക്ക് വിസ ശരിയായത് എന്ന് ഓല് പറഞ്ഞേക്കാം. നിങ്ങൾ ഇഷ്കാരാവണ്ട. നിങ്ങളെ നിത്താക്കാത്തിൽ കുടുങ്ങാൻ നിങ്ങൾക്ക് ഇക്കാമന്റെ പ്രശ്നം വരുന്ന കണ്ടപ്പോ ഞാൻ മൻസിൽ നോക്കിയപ്പോൾ ഒരു ദിക്റ് കണ്ടു. ആ ദിക്റ് ചെല്ലുവാൻ നിങ്ങളെ ഇക്കാമ ശരിയായി കിട്ടിയത് എന്ന് നിങ്ങളുടെ ഭാര്യ പറഞ്ഞേക്കാം. വിടണ്ട, അവലോട് പറയുക, തൽക്കാലം ഒരു മമ്പാത്രം എടുക്ക്. പക്ഷേ അതിൽ ആയത്തും ദിക്റുകളൊക്കെ ഉണ്ട്. അത് ആ മമ്പാത്രത്തിൽ തന്റെ കത്തിച്ചാലാ, നിലത്തിട്ട് കത്തിച്ചാല് ആയത്ത് എഴുതി കത്തിയ വന്നോത് നിലത്താകും. കത്തിച്ചിട്ട് ഒരു കീസേലാക്കി ഒഴുകുന്ന പോയെ കൊണ്ടുപോയിട്ടാല. നമ്മുടെ വീട്ടിൽ ആ സാധനം വേണ്ട. വിശുദ്ധമായ ഖുർആൻ മലയാളത്തിൽ എഴുതി അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത പല മസ്അലകളും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ആലിമീങ്ങളൊക്കെയും നല്ല നിലക്ക് ബോധവൽക്കരണം നടത്തിയ വിഷയമാണ്. പേരോടുസ്താദൊക്കെ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദിക്റും ഔറാദുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞപ്പോൾ ഉണർത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ ഞാനിപ്പോ ഈ വിഷയങ്ങൾ കയറിപ്പോയി എന്നറിയില്ല. അപ്പൊ സുബ്ഹാനല്ലദീ ഖലക്കൽ അസ്വാജ
നമ്മളെ സ്ത്രീകളൊക്കെ നമ്മൾ എന്ത് വേണം, രതിക്ക് ബോധവൽക്കരണം നടത്തണം. നല്ല വന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര്, ആലിമീങ്ങള് സുന്നി അധികാരെന്ന് പറഞ്ഞിട്ടൊരു കിതാബ് പറക്കിയിട്ടുണ്ട്. 1-ാം ഭാഗം 2-ാം ഭാഗം 3-ാം ഭാഗം ഒക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് ആവശ്യമായ എന്തെല്ലാം ദിക്റുണ്ടോ എല്ലാം അതിലുണ്ട്. കൂട്ടത്തിലൊരു കാര്യം പറയാണ്, നമ്മളിങ്ങനെ അബദ്ധ ദിക്റ് ഇബദ ഔറാദിനകത്ത് ചിറ്റിക്കറങ്ങുക. ഈ ചിറ്റിക്കറങ്ങുന്ന നമ്മളെ ഷാജിദ, അൽഹംദുലില്ലാ ഇപ്പൊ ഓർമ്മ വന്നതാണ്. നമ്മളെ ഷാജിദ ഞാൻ ഇന്ന് രാവിലെ മൗലിദിന്റെ സദസ്സിലേക്ക് കേറുമ്പോ ഓർമ്മ ഉണ്ടായിന്. അതായത് നമ്മുടെ ഷാജിദ മിഞ്ഞാന് മദീനയിൽ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞ് ജിദ്ദയെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നല്ല ആ ഹബീബിനോട് സ്നേഹം പിടിച്ചു പറ്റുന്ന സിയാറത്തായി മാറാൻ അദ്ദേഹത്തിനും പോകുന്നവർക്കും പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെയും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഞാനങ്ങനെ ഖലക്കൽ അസ്വാജാന്ന് പറഞ്ഞപ്പോ അയ്മന്നാണ്ട് കേറിയതാണ്. അപ്പൊ ഏതായ ഹദ്ദാദ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഹദ്ദാദില് ദിക്റുണ്ട്. ഇനി ഒന്നും എല്ലാറ്റിനും ആ ഹദ്ദാദൊന്നും ചെല്ലാൻ നേരമില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ അവത ഷേഖ് ഇബദ മുരീദ് കാലത്ത് ചിറ്റിക്കളങ്ങുക. ഹദ്ദാദ്, മഹാനായ ഹദ്ദാദ് തങ്ങൾ എല്ലാവർക്കും സമ്മതം കൊടുത്തതാണ് ചെല്ലാൻ. അതൊരു 10 മിനിറ്റ് ചൊല്ലിയൊക്കെ ഞാൻ നാത്തപ്പാന്ന കാര്യം നടക്കും. എല്ലാ ഖൈറിന്റെ അഹ്ലുകാരുടെ പേരിലൊരു ഫാത്തിഹ ഇതിൽ വരുന്നുണ്ട്. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഫാത്തിഹ ഉണ്ട്. ലാസ്റ്റ് എല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹിക്ക് അടക്കമുള്ളൊരു ഫാത്തിഹ. അത് മതി മക്കളെ. അതൊരു സുലൈമാ ഉസ്താദിന്റെ അടുത്തോ AP ഉസ്താദിന്റെ അടുത്തോ ചെല്ലുക. ആ ഹദ്ദാദിന്റെ ഇജാസത്തൊന്ന് വാങ്ങുക. അങ്ങനെ ഭാര്യമാരേറ്റ് പോകണ്ട. ഇനിയിപ്പോ അത് സുലൈമാ ഉസ്താദിന്റെ അടുത്തേക്ക് ഇജാസത്ത് വാങ്ങാൻ പെണ്ണുങ്ങൾ പോവണ്ട, ആണുങ്ങൾ പോവുക. എനിക്ക് ഇജാസത്ത്, കാരണം മഹാനായ സുലൈമാ ഉസ്താദിന്റെ ഹദ്ദാദിന്റെ ഷെയ്ഖ് ആരാണെന്നറിയുമോ? മഹാനായ ഖുത്ബി തങ്ങളാണ്. മഹാനായ ചൊക്കലിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബി തങ്ങളാണ് മഹാനായ സുലൈമാ ഉസ്താദിന്റെ ഹദ്ദാദിന്റെ ഷെയ്ഖ്. ഉസ്താദിന്റെ ഇൽമിലുള്ള ഷെയ്ഖ്, അതായത് കിതാബിയായ ഷെയ്ഖും ഉസ്താദും ഒക്കെ ഉസ്താദാണ്. പിന്നെ വേറെ ഏതോ 1-2 ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഹദ്ദാദിലെ ഷെയ്ഖ്, ആ ഖുത്ബി തങ്ങളെ കറാമത്ത് നമുക്കറിയാം. ഹദ്ദാദ് ചെല്ലിയിട്ട് ചോറയിച്ച കല്യാണത്തിന് പോകുമ്പോ പാമ്പൊത്തിയിട്ട് കരിമൂർക്കം മരിച്ചത്. അത്രയും വലിയ മഹാനാണ്. ഹദ്ദാദിന്റെ വിഷയത്തിൽ ഇജാസത്ത് വൈക്ക് ഖുത്ബി തങ്ങള്. ആ ഖുത്ബി തങ്ങൾ അടുക്കലിന്റെ ഇജാസത്താണ് മഹാനായ സുലൈമാ ഉസ്താദിന്റെ അടുത്തുള്ളത്. കൂട്ടത്തിൽ നിങ്ങൾ ആരും മറക്കണ്ട, സുലൈമാ മൊയ്ലിയൊരു വലിയല്ലെങ്കിൽ അള്ളാന്റെ ദുന്യാവിലെ ഔലിയാക്കന്മാരില്ല എന്ന് ഓക്കെ ഉസ്താദ് പറഞ്ഞതും. അപ്പൊ നമുക്ക് ചിലപ്പോ എല്ലാവർക്കും AP ഉസ്താദിനെ കാണാൻ പറ്റിക്കോന്നില്ല. കാരണം AP ഉസ്താദിന്റെ ഒക്കെ ഇജാസത്ത് വാങ്ങുമ്പോ അത് വലിയ മഹത്താണ്. നമുക്ക് AP ഉസ്താദിന്റെ അടുത്തൊന്നും ചിലപ്പം സാധാരണക്കാർക്ക് ചെന്നിട്ട് ഉസ്താദ് ഏതെങ്കിലും മേഖലയിലായി, സുലൈമാ ഉസ്താദ് ഞാൻ ഒതുക്കുന്ന കോളേജിൽ ചെന്നാൽ കാണാം. ആദ്യം മഹാനായ ഓക്കെ ഉസ്താദിന്റെ അവർ സിയാറത്ത് ചെയ്തിട്ട് സുലൈമാ ഉസ്താദിന്റെ എത്തുന്ന ഇജാസത്ത് എന്റെ ഭാര്യക്കൊത് ചെല്ലാൻ പ്രവർത്തകർക്ക് ഇജാസത്ത് കൊടുത്തിരുന്നു. അൽഹംദുലില്ലാ. എന്റെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ ഇത് ചെല്ലാല്ല ഇജാസത്ത് ഉസ്താദ് തരണോ എന്ന് പറഞ്ഞ് നമ്മള് ഉസ്താദ് സുലൈമാ ഉസ്താദിന്റെ അടുത്ത് പോയാ ഉസ്താദ് കയ്യൂച്ച് ഇജാസത്തൊന്നും കൊടുക്കൂല. അതിന് അകത്തി വലിച്ചാലും പോവും വേണ്ട. അപ്പൊ എന്ത് ചെയ്യാ, ഉസ്താദിന്റെയൊക്കെ നമ്മൾ സമ്മതം വാങ്ങുക. എന്നാ ജോലിക്കും ചെല്ലാ ഇജാസത്ത് കൊടുത്താല. അത് മതി മക്കളെ, അത് മതി. നമ്മുടെ വീട്ടിൽ അത് പതിവാക്കിക്കോലി. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പതിവാക്കുമ്പോഴും ചില്ലറ വിഷമങ്ങൾ നമുക്ക് വരും. അത് ബലാ മസൂബത്താണ്. അത് നമ്മുടെ സ്ഥാനമാനങ്ങൾ ഉയർത്താൻ വേണ്ടിയുള്ളതാണ്. ഏതായിരുന്നാലും ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ ഏതായാലും ഇപ്പൊ എവിടെന്നാണ്. അപ്പൊ നമ്മൾ ഈ യാസീനൊക്കെ മലയാളത്തിൽ ഓതുക, ഫാത്തിഹ മലയാളത്തിൽ നോക്കി ഓതുക. നമ്മളത് അറബി പഠിക്കാൻ തന്നെ തയ്യാറാവുക. അത് നമ്മളിപ്പോ തജ്വീദിന്റെ ക്ലാസ് എന്നേക്കാൾ സ്ഥിരം കേൾക്കുന്ന ആൾക്കാർ ഇതിലുണ്ടാവും. എന്താണ് ഇപ്പോഴൊക്കെ നമുക്ക് വിശദീകരിക്കുമ്പോഴല്ല അതിന്റെ ഗൗരവം. ഒരു അക്ഷരത്തിനൊരു പുല്ല് മാറുമ്പോ അർത്ഥങ്ങൾ എത്രയോ വ്യത്യാസങ്ങൾ വരും. ചില സ്ഥലത്ത് ഖുർആൻ വഖഫ് ചെയ്യൽ ഹറാമായ സ്ഥലങ്ങളുണ്ട്. ലാ തഖിഫ് എന്ന് കാണാം. അവിടെ നിർത്തണ്ട. കാരണം എന്താ, ഇന്നല്ലാഹ ഫക്കീറുൻ എന്നൊക്കെ പറഞ്ഞ ചില ആശയങ്ങൾ അത് ചിലപ്പോൾ ജൂതന്മാർ പറഞ്ഞത് ക്രിസ്ത്യാനികൾ പറഞ്ഞത് എടുത്ത് ഉദ്ധരിക്കുകയായിരിക്കും. നമുക്ക് വിവരമില്ലാതെ അവിടെ നിർത്തുമ്പോൾ
ചിലപ്പം ഒരു തെറ്റായ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന രംഗം വരും. അപ്പം പേടിക്കണം. ഞങ്ങളെ ബേജാറാക്കാൻ വേണ്ടി പറയല്ല. ഒരു മഹാനുഭാവൻ അള്ളാഹ് എന്ന ദിക്റ് മാത്രമേ ചൊല്ലിയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ ചെല്ലലില്ല. അൽ ഇഫാലത്തുൽ ഖുദ്സിയ എന്ന് പറയുന്ന കിതാബില് ഫവായിദുൽ മക്കിയ എന്ന് പറഞ്ഞ ഏതൊരു കിതാബിന് അത് ഉദ്ധരിച്ച് സംഭവം പറയുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ എല്ലാ സമയത്തും അല്ലാഹ് എന്ന് മാത്രം പറയും. അപ്പൊ പലവരും ചോദിച്ചു, എന്താ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ അള്ളാഹ് മാത്രം പറയുന്നത്? ആ സമയത്ത് ആ മഹാനുഭാവൻ പറഞ്ഞു, എന്റെ ആത്മാവ് അള്ളാഹുവിന്റെ കയ്യിലാണ്, ലാ ബിയദിയ, എന്റെ കയ്യിലല്ല, അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹും ഇല്ല എന്നാണ് അർത്ഥം. ഇല്ലല്ലാഹ് അള്ളയിച്ച്. പക്ഷേ ലാ ഇലാഹ എന്ന് പറഞ്ഞ് ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് ഞാൻ മരിച്ചാൽ ഞാനൊരു ദൈവനിഷേധിയായി മരിക്കുമോ എന്ന ഭയം എന്നെ പിടികൂടുന്നു. നോക്കുന്നു. ഇല്ല, കുഴപ്പമില്ല. അതൊരു ചോദ്യമാണ്. ഇപ്പൊ ഉറുവത്തിന്റെ കാലം മുറിക്കുന്നോത്താണ് മസല ഉള്ളത്. ഇപ്പൊ ഫിക്കിന്റെ മസല ചർച്ചയ്ക്ക് വരാണ്ട് ഇരിക്കട്ടെ. ഏതായാലും ഞാൻ പതിവായി ഹദ്ദാദ് ചെല്ലാറുണ്ട്. ഇജാസത്ത് വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് തിരിഞ്ഞൊരു ഉദാഹരണം പറയാം. ഇജാസത്ത് മൂലം ഒരു ദിക്റ് ചൊല്ലലും ഇജാസത്ത് ഇല്ലാതെ ഒരു ദിക്റ് ചൊല്ലുന്നതും സാധാരണക്കാർക്ക് തിരിയാൻ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് ശനിയാഴ്ചയാണ് 12 നമ്മുടെ അബൂസിനാൻ ഉസ്താദ് 12 മണിക്കാണ് ക്ലാസ് എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒന്ന് വയസ്സാൻ ചെയ്ത് മുകളിലെത്തുക. എന്താ അതിന്റെ തമ്മിൽ വ്യത്യാസം എന്ന് അങ്ങനെക്കറിയാം. ഒരു മൂലിനെ ആരും വേണ്ടാത്തടിക്കരുത്, ഞങ്ങൾക്ക് തിരിയാൻ വേണ്ടിയൊരു ഉദാഹരണം പറയാണ്. ഇനി പോത്തായിക്കോട്ടെ. ഒരു പോത്തിനെ ഒരാളിങ്ങനെ കൊണ്ടുപോവുകയാണ്. പോത്തിന്റെ കഴുത്തിൽ കയറില്ല. പോത്തിന്റെ കഴുത്തിൽ എന്തില്ല? കയറില്ല. പോത്തിങ്ങനെ ചെമ്പമ്പോ ഇങ്ങനെ തെളിക്കുക. അങ്ങനെയല്ല, സാധാരണ ഈ പോത്തിനെ തെളിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രത്യേക ശൈലിയുണ്ട്. ഇങ്ങനെ തെളിക്കുകയാണ്. ചിലപ്പം ഈ പോത്ത് നമ്മൾ വിചാരിച്ചോത്ത് എത്തും. നമ്മളിപ്പോ ആ പോത്തിനെ അങ്ങനെ തെളിച്ച് നമ്മളെ പെരേക്ക് അങ്ങനെ കൊണ്ടുപോവുകയാണ്. പെരയിലുള്ള തൊഴുത്തിൽക്ക് എവിടെയോ പറമ്പിൽ തിന്നാനാക്കി വൈകുന്നേരത്ത് അതിനെ തെളിച്ച് ഇങ്ങനെ കൊണ്ടുവരാണ്. ചിലപ്പോ നമ്മൾ തെളിക്കുന്ന ഭാഗത്തേക്ക് ഈ പോത്ത് അങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലുള്ള തൊഴുത്തിലേക്കാണ്ട് കീഴും. ചിലപ്പം കാണാൻ പോത്ത് വിചാരിച്ചോത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും. ചിലപ്പം പോത്ത് ഒരു മുക്കള വെട്ടിച്ച് ഇങ്ങോട്ട് തിരിയേണ്ട പോത്ത് കാണാൻ നേരെ അങ്ങോട്ടാണ് പോയി. പിന്നെ പോത്തിന്റെ പിന്നാലെ പാഞ്ഞ് എങ്ങനെയൊക്കെ അതങ്ങനായി സംഗയപ്പം പോത്തിനെ കജ്ജി കിട്ടി. ചിലപ്പം കജ്ജി കിട്ടിയില്ലാനും വരും. നേരെ മരിച്ച് ഇതെന്താ കാരണം? പോത്തിന്റെ കഴുത്തിൽ കയറില്ലാത്തതാ പ്രശ്നം. നേരെ മരിച്ച് ആ പോത്തിന്റെ കഴുത്തിൽ ഒരു കയറുണ്ടെന്ന് വെക്കുക. ആ കയറിന്റെ തലപ്പ് നമ്മുടെ കയ്യിലുമാണ്. പോത്ത് വിചാരിച്ച ഞാൻ അങ്ങത്തെ പോകുള്ളൂ എന്ന് വിചാരിച്ചാലും പോത്തിന് നടക്കൂല. എന്താ കാരണം? പോത്തിന്റെ കഴുത്തിലുള്ള കയറിന്റെ തല മുതലാളിയുടെ കയ്യിൽ. അഞ്ഞ് മുതലാളി വിചാരിച്ചോത്തേക്കേ നിക്ക് പോവാൻ പറ്റുള്ളൂ. തിരിഞ്ഞോ? നമുക്ക് ഉദാഹരണം തിരിഞ്ഞോ? ഇതാണ് ഇജാസത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തമ്മിൽ വ്യത്യാസം. ഇജാസത്ത് ഇല്ലാതെ നമ്മൾ ഒരു ദിക്റ് ചൊല്ലി അല്ലെങ്കിൽ ഒരു ഹദ്ദാദ് ചൊല്ലി ചിലപ്പോ അതിന്റെ കൂലി കിട്ടും. ചിലപ്പോ നമ്മുടെ പോരായ്മ കാരണം എന്താ ചിലപ്പോ അതിന്റെ നേരെ മറിച്ചൊരു ഷെയ്ഖിന്റെ സമ്മതപ്രകാരം അങ്ങനത്തെ സംഗതി ചെയ്യുമ്പോ നമ്മളെ ആ ദിക്റ് കൊണ്ട് എന്താണോ ഫലം ലഭിക്കേണ്ടത് ആ ഫലത്തിലേക്ക് ഈ ഷെയ്ഖ് ഇങ്ങനെ ഈ പോത്തിന്റെ കഴുത്തിലുള്ള കയറ് പിടിച്ച് തെളിക്കുന്നവനെ പോലെ നമ്മൾ തെളിയിക്കും. അത് സാധാരണക്കാർക്ക് ഇജാസത്ത് മൂലം ചെല്ലുമ്പോഴും എളുപ്പം തിരിയുന്ന ഒരു ഉദാഹരണം. പോത്തും കയറും പറയുന്ന അവധിയും മസ്അലയുണ്ട്. അവധിയൊരു മസ്അലുണ്ട്. ഹിഫ്ലുൽ ഖുർആനാണ് ഉസ്താദെ. ദുആ ഹിഫ്ലുൽ ഖുർആൻ എന്താണ്? എനിക്ക് ആ ദുആ മനസ്സിലായില്ല. ഖുർആനുമായി ബന്ധപ്പെട്ടൊരു ദുആ ആയതുകൊണ്ട് ഹിഫ്ലുൽ ഖുർആൻ എന്താണ്? അത് ശരി, ഖുർആൻ മനപ്പാഠമാണ് ദുആ. അതിന്റെ ചോദ്യമല്ലേ? അതാണോ ചോദ്യം? ഖുർആൻ മനപ്പാഠമാക്കാൻ എളുപ്പം ഉതകുന്ന വലിച്ച ദുആകളും ഉണ്ടൊക്കെ. ആ ചോദ്യം മതി. പോത്യം അവതരിപ്പിക്കേണ്ട മസല പറയാം. മുമ്പ് ഒരാൾക്ക് വൈക്കുന്ന എന്തെങ്കിലും ഒരു സാധനം വീണ് കിട്ടിയാൽ അതിനൊരു വിധി അത് ഏറ്റവും നല്ലത് നമ്മളെ തജ്വീദിന്റെ ക്ലാസ്സിലുള്ള ഉസ്താദുമാരോട് ഹാഫ്ലിങ്ങളോട് ചോദിക്കണം.
ഞാൻ ഒരു ഈ കിതാബ് ദിക്റിന്റെ കിതാബ് നോക്കുമ്പോ ഇന്ന ദിക്റ് ചൊല്ലിയാൽ ഖുർആൻ എളുപ്പം മനപ്പാടാവുന്നു കണ്ടിട്ടാവും. പക്ഷെ ഹിഫ്ളിന്റെ നമ്മുടെ തജ്വീദിന്റെ ക്ലാസ്സിലുള്ള ഉസ്താദുമാരോട് ചോദിക്കുമ്പോ കെ അസം മുസ്ലിയാർ അല്ല ഖാരി അസം മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു, ആ മഹാനുഭാവനക്കും വലിയ സമസ്തന്റെ ഖാരി ആയിരുന്നു. അവരിൽ നിന്ന് ഹിഫ്ള് പഠിച്ച ശിഷ്യന്മാരാണ് നമ്മുടെ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുന്നത്, തജ്വീദിന്റെ ക്ലാസ് എടുക്കും. അപ്പൊ അവർക്ക് അവരുടെ ശൈഖന്മാര് ഖാരി ഉസ്താദ് അസമൊയ്യരെ അവരുടെ ഉസ്താദ് ഇങ്ങനെ ഈ ഹിഫ്ള് എളുപ്പമാവാനുള്ള ദിക്റും ദുആയും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അവര് നമ്മുടെ തജ്വീദിന്റെ ഉസ്താദുമാർ അവരുടെ ശിഷ്യന്മാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് ആ വിഷയം അത് അവരോട് ചോദിക്കലില്ല. നമ്മളിപ്പോ അദ്കാർ ഇമാം നവവി റളിയല്ലാഹുവിന്റെ അദ്കാർ നോക്കിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഹസീനത്തുൽ അസ്റാർ അല്ലെങ്കിൽ പോലത്തെ ഏത് ദിക്ർ ഉണ്ടാവും. പക്ഷെ ചില ദിക്റുകൾ പ്രത്യേകമായി ഇജാസത്ത് ഇന്ന ദിക്ർ ഇന്നയിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത്, അത് സലാത്താ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത് 1,00,000 പ്രാവശ്യം ചൊല്ലി തീർത്താൽ മുഅ്മിനെ നമ്മളുടേതായ ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയാൻ നേരത്ത് അത് ഏറ്റുവാങ്ങാൻ നമ്മുടെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർദിയ എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മാവിനെ ശരീരത്തിൽ നിന്നിങ്ങോട്ട് പുറപ്പെടുവിക്കുമ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതായ ഈ സ്വലാത്ത്, ഈ ദിക്റടക്കമുള്ള സ്വലാത്ത് ആരെങ്കിലും 1,00,000 പ്രാവശ്യം ചൊല്ലിത്തീർത്താൽ നമ്മുടെ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് ആ ആത്മാവിനെ ഏറ്റുവാങ്ങാൻ വരുന്നത് ആരാണെന്നറിയുമോ? ഹബീബായ പ്രവാചകനാണ് വരിക. ഹബീബായ പ്രവാചകൻ വരുമെന്നാണ്. ഈ 1,00,000 പ്രാവശ്യം ഇത് ചൊല്ലിത്തീർത്ത മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചു ഒഴിവാകുമ്പോ ഹബീബ് വന്നിട്ട് പറയും, എന്റെ ഹബീബിന്റെ റൂഹ് ഇങ്ങോട്ട് തന്നാലാ. അപ്പൊ ഞാൻ പറയുന്നത് ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. എല്ലാം സലാത്താണ്, എല്ലാം ദിക്റാണ്, ചിലതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയം ആ സുഹൃത്ത് നമ്മുടെ ഹിഫ്ളിന്റെ ഹാഫിലീങ്ങളായ ഹാസിബു തജ്വീദിന്റെ ഉസ്താദന്മാരാവുമ്പോ അവർക്ക് ഒന്നുകൂടി അവരുടെ ഉസ്താദന്മാർ വഴിക്ക് കിട്ടിയ ഹിഫ്ള് എളുപ്പമാവാൻ പറ്റാവുന്ന ചില ദിക്റുകളൊക്കെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലത്തവർക്കൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ട് അതിൽ ഞാൻ കയ്യെടുന്നില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഉസ്താദുമാരേക്ക് തന്നെ നേരിട്ടത് ചിലപ്പോൾ ഇജാസത്തും കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളെ ശിഷ്യന്മാർക്ക് ഹിഫ്ള് എളുപ്പം പറയാന് നിങ്ങൾ ഈ ദിക്റ് പറഞ്ഞു കൊടുത്തോലിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതായിരിക്കും അതിന്റെ ഭംഗി. തള്ളക്കൈയിലുണ്ടാവുമ്പോ കുഞ്ഞിക്കൈയിലെടുക്കാൻ പാടില്ല എന്നാണ്. തള്ളക്കൈയിലുണ്ടാവുമ്പോ കുഞ്ഞിക്കൈയിലെടുക്കരുത് എന്നാണ് കാരണവന്മാരുടെ ചൊല്ല്. അതുകൊണ്ട് അതിൽ ഞാൻ കൈയിടുന്നില്ല. ഏതോ ഇരിക്കത്തെ നമ്മൾ ദിക്റ് ഔറാദൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ മൻസിലും മഫാസിലും പറഞ്ഞതാണ്. അതൊന്നും നമ്മുടെ വീട്ടിൽ വേണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏത് നമ്മുടെ സുന്നി അധികാരുണ്ട്, ഹദ്ദാദൊക്കെ ഉണ്ട്. ഈ ഹദ്ദാദൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് വൈലാ അർവാഹി ജമീ അഹ്ലിൽ ഖൈർ ഓക്കെ ഉസ്താദ് പത്ത്, CM വലിയുള്ള പത്ത്, വടകര മമ്മദാരി തങ്ങൾപ്പാവ പത്ത്, മമ്പറം തങ്ങൾപ്പാവ പത്ത്, ഉള്ളാലത്ത് തങ്ങൾപ്പാവ പത്ത്, ബർവാദി ശുഹദാക്കള് പൊത്ത്, അവരൊക്കെയും പൊത്തു. അതൊരു ഇജാസത്തും വാങ്ങി നമ്മൾ ചെല്ലുമ്പോ വല്ലാത്ത ഒരു ജീവിതം, അത് ബറക്കത്തുണ്ടാവും. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളെ സ്നേഹിക്കും. നമ്മൾ മരിച്ചൂന്ന് കേൾക്കുമ്പോ കരഞ്ഞും കൊണ്ട് ഫാത്തിഹ ഓതാൻ ഒരുപാട് മുഅ്മിനീങ്ങൾ തയ്യാറാകും. അതേ നമുക്ക് ആഖിറത്തിൽ ഉണ്ടാവുള്ളൂ. ആ സാലിഹീങ്ങളൊക്കെ ആ മഹ്ശറാ ലോകത്ത് ഉണ്ടാവും. ഒരു പറയും ദിവസേന ഫാത്തിഹ ഓതിനാൽ ഇന്നാളിത വരുന്നെന്ന് പറഞ്ഞിട്ട് മമ്പന്തങ്ങൾ പാവ അവിടെ വരും. ആ സാധു നരകത്തിക്കാണെന്നാ തോന്നുന്നത്. എല്ലാ ദിവസവും നമ്മക്ക് വേണ്ടി ഫാത്തിഹ ഓതിന ആ വ്യക്തി നരകത്തിക്കാണ് തോന്നുന്നത്. അല്ലാഹ് ഞങ്ങളെ സ്നേഹിച്ച ഒരാളാണ്, അയാളെ നരകത്ത് കർത്തരുതേന്ന്. ഇതാണ് ശഫാഅത്തു സ്വാലിഹീൻ. സ്വാലിഹീങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നതിലെ മഹ്ശറയില് അത് ഓലേറ്റ് നമുക്ക് ബന്ധമാണ്. ഓലേറ്റ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു കണക്ഷൻ വേണം. കുജ്ജ് ചാടാ നേരത്ത് ബദരീങ്ങളേന്ന് വിളിക്കല്ല, കുജ്ജ് ചാടാ നേരത്ത് മമ്പന്തങ്ങളേന്ന് വിളിക്കല്ല.
എപ്പോഴും ഓലേറ്റ് ബന്ധം. അപ്പൊ ഈ ചാടാ നേരത്ത് ബദിരീങ്ങളെ അത് വിളിക്കുമ്പോ ബദിരീങ്ങൾ അവിടെ എത്തും. നിങ്ങൾക്ക് കേൾക്കണ ഒരു രസം, ഒരു ബദിരീങ്ങളെ ഒരു മഹത്വം നിങ്ങൾക്ക് കേൾക്കണോ? എന്താണറിയോ? ഒരു വീട്ടിൽ സിഹത്തിൽ അത് ഇനിയിപ്പോ സനതം ചോദിക്കരുത്, പതുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ ഇയാള് പല സ്ഥലത്തും പോയി. അപ്പൊ എല്ലാ സ്ഥലത്തും ചെന്ന് നോക്കുമ്പോ വലിയ ഒരു കഠിനമായ ബാത്തിലാക്കാൻ സാധിക്കാത്ത രൂപത്തിലാണ് ആ സിഹർ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് എല്ലാ ഉസ്താദന്മാരും പറയുന്നത്. അത് ബാത്തിലാക്കാൻ സിഹറാണ്, ഒരിക്കലും ഒരാളെ കൊണ്ടും ബാത്തിലാക്കിപ്പിക്കരുത്, അത് കത്തയക്കാൻ പാടില്ല സിഹർ. ആ നിലക്കാത്ര ആ സിഹർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞത്രേ, അത് അമുസ്ലിമോ എന്ന് നിങ്ങൾ പറയരുത്, ആ സിഹർ ചെയ്ത രൂപം ഇന്ന രൂപത്തിലാണ്, അത് ഓൺലൈനിലാണ്, ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് സനതൊന്നും ചോദിച്ചുണ്ടാക്കരുത്. ചില അനുഭവങ്ങളാണ്. നമ്മളെ മഹാനായ വൈലത്തൂർ തങ്ങൾ പാവ എപ്പോഴും പറയും, അനുഭവത്തെ ഒരാൾക്ക് നിഷേധിക്കപ്പെടാൻ പറ്റൂല. അനുമാനം നിഷേധിക്കുക, അനുഭവങ്ങൾ ഒരാൾക്കും നിഷേധിക്കപ്പെടാൻ പറ്റൂല. അപ്പൊ ആ സിഹർ ചെയ്തത് എങ്ങനെയത്രേ? കരിങ്കല്ലില് എന്തോ കമ്പി ചിച്ചീച്ച്, കരിങ്കല്ലില് കമ്പി ചിച്ചീച്ച് എന്തോ ജപം നടത്തിയിട്ട് കടലിലേക്ക് എറിഞ്ഞിക്കാൻ. ഇനി ആ സിഹർ ബാത്തിലാകണമെങ്കിൽ എന്ത് വേണം? കടലിൽ മുങ്ങിയിട്ട് ആ കരിങ്കല്ല് എടുത്ത് ആ കരിങ്കല്ലിലെ കമ്പി കത്തയിക്കണം. നടക്കോ മക്കളെ? 7-ാം കടലിന്റെ അടി പോയിട്ട് കല്ല് പൊക്കിയിട്ട് അയിമത്തെ കത്തയച്ച് സിഹർ സാധിക്കും. അതിന് ആ വ്യക്തി പറഞ്ഞത് ബദിരീങ്ങൾ മുങ്ങിയിട്ട് ആ കല്ലെടുത്ത് അയിമത്തെ കമ്പി ബദിരീങ്ങൾ അത് കത്തയിച്ചോലും ഉറച്ചാൻ വിശ്വസിച്ചാൻ ചെല്ലിക്കോലി. 15-ാമത്തെ ദിവസം കത്തയിക്കണമെങ്കിൽ 15-ാമത്തെ ദിവസം നിങ്ങളെ വീട്ടിൽ ആ രോഗം ഉണ്ടാവൂലെന്നാണ്. സുബ്ഹാനല്ലാഹ്, ആ വ്യക്തി തീർത്തു പറഞ്ഞു, എന്നോട് നേരിട്ട് പറഞ്ഞതാ. 14 ദിവസം ഞാൻ ആത്മാർത്ഥമായി ബദിരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി. 15-ാമത്തെ ദിവസം എന്റെ വീട്ടിൽ പിന്നെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ബദിരീങ്ങളത് കത്തയച്ചു. ബദിരീങ്ങൾ കടലിൽ മുങ്ങി കരിങ്കല്ല് പൊന്തിച്ച് കമ്പി അത് കത്തയച്ചു. സിഹറാന്ത് ബാത്തിലായി, രോഗം അത് മാറി. സിഹർ ഫലിക്കുമല്ലോ. സിഹർ ഫലിക്കും. അള്ളാഹുവിന്റെ കലാകഥയുണ്ട്, ഇതിനോടുകൂടെ ഫലിക്കുമെന്നല്ല ഇപ്പൊ എല്ലാവരും വിശ്വസിക്കുന്ന മുജാഹിദും. പക്ഷെ സിഹർ ചെയ്തു വെച്ചിട്ട് ഫലിക്കൂല, അള്ളാഹുവിന്റെ തീരുമാനം കൂടി വേണം. അതാണ് ബദിരീങ്ങള്. അപ്പൊ നമ്മളെ അവരേറ്റുള്ള ബന്ധം അത് വല്ലാത്തൊരു ബന്ധമാണ്. ഏതായാലും ഇപ്പൊ ഫിക്കിന്റെ ഉരുവത്തിന്റെ കാലും വെച്ച് അതിന്റെ ഫിക്കിന്റെ മസലും പറിച്ചിങ്ങാൻ ലാദിന്റെയോ അതൊന്നും ഇന്നോട് ചോദിക്കല്ലേ. ഞാനിപ്പോ പറഞ്ഞ എവിടെ എത്തൂല. ലാദും ലാഉ എങ്ങനെ ഉച്ചരിക്കാണ് അതൊക്കെ നമ്മളെ തജ്വീദിന്റെ ക്ലാസ്സിലെ ഉസ്താദിനോട് ചോദിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇന്നോട് ചോദിച്ചാൽ നിങ്ങളും കുഴങ്ങും ഞാനും കുഴങ്ങും. ലാദും ലാഉ ഇപ്പൊ ഞാനും ഉച്ചരിച്ച അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ സംസാരം കേൾക്കുമ്പോ അറിയില്ലേ, അതും വല്ലാത്തൊരു ബറക്കത്താണ്. കാരണം അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ അരി ഈ ശബ്ദം കേട്ട ആർക്കും അരിത അപൂർവയാണ്. ഏതായാലും ഞാൻ ഏത് ഐഡിയ വന്നിട്ടും കാര്യമില്ല. ഞാനിപ്പോ ഈ അബൂറയ്യാൻ എല്ലാത്തൊരു ഐഡിയയിൽ വന്നിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും ഓരോ ഇസ്സത്ത് അല്ല കൊടുത്തിട്ടുണ്ടാവും. അവനക്ക് ഹൈറാദോനാണ്. അപ്പൊ ഏതായാലും നല്ല ദിക്റും അവർ പറഞ്ഞു തരും. ഏതായാലും വേദന ഉണ്ടാവുന്നതാണ്, വേദന ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ ഫിഖ് ക്ലാസ് ആണ്, അത് ശ്രദ്ധിക്കുക. അതെ, നമ്മളിപ്പോ അപ്പൊ ഈ കള്ള് കുടിക്കണം എന്നാണ് നമുക്ക് ആ മസല എന്ന് പറയാ. ഉറുവത്ത് തയ്യാറായില്ലത്ത കള്ള് പക്ഷെ കള്ള് കുടിച്ച് ബോധം കേട്ട അങ്ങനെ നമ്മളൊരു ചീഞ്ഞ അല്ലെങ്കിൽ ഒരു പഴുത്ത കാല് മുറിക്കേണ്ടി വന്നാൽ മുറിക്കാം. പിന്നെ അത് എന്ത് ചെയ്യണം? അത് നമ്മൾ നിസ്കാരം നിർബന്ധമില്ല. ജീവിച്ചിരിക്കുന്ന ആളുടെ ശരീരത്തിൽ നിന്ന് വലിച്ച അവയവവും മുറിഞ്ഞു പോന്നാൽ അതിനെ എന്തില്ല, നിസ്കാരമൊന്നും നിർബന്ധമില്ല. പിന്നെ മരിച്ചതിനു ശേഷം ഒരാളുടെ അവയവം കിട്ടി, അപ്പൊ മസല മാറും. അവിടെ ഒരാളും മരിച്ചു, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ മസല തിരിയാൻ വേണ്ടി പറയാൻ, ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചതാണ്. അങ്ങനെ എല്ലാവരും ബാധ വാരി കൂട്ടി എന്താക്കി വണ്ടി കയറ്റി കൊണ്ടുപോയി. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത്
പിന്നെ മൂപ്പര കബറടക്കി. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോ അവിടെ ഒരു എല്ലിന്റെ കഷ്ടം കിടക്കുന്നു. ഈ ആക്സിഡന്റിൽ ഞാന് ആ ഹബീബ് ആരാണെങ്കിലും ഏതോ ഒരു ഹബീബ് കാസിമി എവിടെ, ഞാൻ നമ്മുടെ ക്ലാസ് റൂമിലുള്ള ആൾക്കാരാകൂല. ഹബീബ് നിങ്ങൾ ഇനി ഏഴിന്റെ ആളാണെങ്കിലും നമ്മളെ ആളാണെങ്കിലും മറ്റേന്റെ ആളാണെങ്കിലും KMICയുടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ KMICയുടെ പ്രത്യേകത? ഓരോ സമയത്ത് നിശ്ചിത ക്ലാസ് ഉണ്ട്. അത് KMICയുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇത്ര മണി മുതൽ, ഞാൻ ആ സുഹൃത്തിന് വേണ്ടി പറയാത്ത, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മൗലൂദ്, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഫിഖ്, അത് കഴിഞ്ഞാൽ പിന്നെ വീട് സംബന്ധമായ വിഷയം, അത് കഴിഞ്ഞാൽ മനഃശാസ്ത്രം, അത് കഴിഞ്ഞാൽ ഇന്ന ഈസം കരണ്ടിന്റെ മസല, ഇന്ന ഈസം ഹൈലിന്റെ മസല, ഇത്ര മണി മുതൽ ഇത്ര മണി വരെ. അത് നമുക്ക് ഓൽക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനോ, അവനെ ബൗസ് ചെയ്യാതെ വിഷയം മനസ്സിലാക്കാനല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ഒരാള് ഒരു ദിവസവും സത്യം മനസ്സിലാക്കി ഓൻ പിറ്റേ ദിവസം വരും, ഓൻ ചെന്ന് പറയും. അല്ല, നമ്മൾ പറയുമ്പോലല്ല KMICയിൽ പോയിക്കോലി. നമ്മക്ക് എന്തെങ്കിലും തിരിയണമെങ്കിൽ, നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അങ്ങനെ ഒന്നാളാളെ കൂട്ടി വരും. അതാണ് നമ്മളാലല്ലേ ഈ ഉമ്മന്റെ ആൾക്കാർ, ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് പെട്ട ഉമ്മക്കാരെന്ത് ചെയ്യും, നല്ലോണം മെനക്കെടും. കാരണം ഒരിക്കൽ ഞാനൊരു ഗ്രൂപ്പിൽ ഉമ്മക്ക് പോയി വന്നു, ഇന്നോട് അല്ല അബുറയ്യാൻ ഏത് ഗ്രൂപ്പിലെ ഉമ്മക്ക് പോയി, ഞാൻ ഇന്ന ഗ്രൂപ്പില, നല്ല ഗ്രൂപ്പാട്ടോ, നല്ല വാഹത്ത, നിങ്ങൾക്ക് ഉമ്മക്ക് പോവാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിൽ പോയിക്കോളി, മർക്കസിന്റെ ആ ഗ്രൂപ്പ് പോയിക്കോളി, അല്ലെങ്കിൽ SYSന്റെ ആ ഗ്രൂപ്പ് പോയിക്കോളി, അല്ലെങ്കിൽ മൈദിനിൽ ഖലീൽ തങ്ങൾ ആ ഗ്രൂപ്പ് പോയിക്കോളി. അപ്പൊ ഇത് പരസ്യമാണ്. അപ്പൊ നമ്മളാരും വെറുപ്പിക്കണ്ട. അപ്പൊ നമുക്ക് നമ്മളെ KMICയെ പറ്റി ഓനോടൊന്ന് പറയാം, ആ സുഹൃത്തിന് അറിയാതെ ചെയ്തതാണെങ്കിൽ. അപ്പൊ ഇതേ സമയമുണ്ട് KMICയിൽ ഇന്ന സമയത്ത് ഇന്ന സമയം മുതൽ ആനുകാലിക വിഷയ സമയത്ത് നിങ്ങൾ കാസിമിയോടെ പോയിക്കോന്ന് ചോദിച്ചോളി. ഞങ്ങളെ പ്രവർത്തകർ ഇങ്ങനെ അതിനിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ആ ദുപ്പിക്ക് പോയി എന്ന് ചിലപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് കിട്ടും, അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ടെസ്റ്റ് കിട്ടും. പക്ഷെ ഈ പകൽ സമയത്ത് നിങ്ങൾ കാസിമി എവിടെ, മറ്റോനെവിടെ, ഇബൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ KMICയിലുള്ള പ്രവർത്തകർ അതിന് നിങ്ങൾക്ക് മറുപടി തരൂല. മൈക്കേലും സൂര്യ അസ്തമിക്കോലെ മൈക്കേലും മറുപടി തരൂല. സൂര്യ അസ്തമിച്ചതിന് ശേഷം ഇത് വന്നോലെ നമ്മുടെ അൻവരിസ്ഥാനൊക്കെ വരുന്ന നേരത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചോദ്യമാണെങ്കിലും സൂര്യ അസ്തമിച്ച പിന്നെ കളി ഇന്നലേറ്റ. സൂര്യ അസ്തമിക്കോലം സാധാരണക്കാരേറ്റാണ് കളി. അങ്ങനല്ല സുഹൃത്തുക്കളെ നമ്മുടെ KMICയിൽ അല്ലേ, നമ്മുടെ KMICയിൽ അങ്ങനല്ലേ. അല്ലാതെ തോന്നുന്ന നേരത്ത് കൃത്യ സമയത്തൊക്കെ മൈക്കെത്തിങ്ങാണ്ട് ആലിമീങ്ങളെ തെറി വിളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയാതെ ഞങ്ങൾക്ക് KMICക്കാർക്കില്ല. ഇനിയിപ്പോ നിങ്ങൾ കാസിമിയെ വരെ മറ്റോനെവരെ ഇബനെവരെ അതുപോലെ ഇങ്ങനെ അടക്കം നടിച്ച് വിട്ടോട്ടെ. അപ്പൊ ഇങ്ങനെ ബേജാറാവുകയാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് വൈകുന്നേരത്ത് വന്ന അതിനൊക്കെ അനുസരിച്ച മറുപടികൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഏതായാലും ഞാൻ ആ ഒരു സുഹൃത്താണ് പറഞ്ഞപ്പോ മൂപ്പരൊന്ന് ഉപദേശിച്ചതാണ്. അല്ലെങ്കിൽ അയാൾ പറയാ നമ്മൾ പകല് KMIC പോയിട്ട് കാര്യമില്ല, നമ്മളെ ഒരു ടെസ്റ്റ് അവിടെ വില പോകൂല, ഒരു മനുഷ്യ അയിമക്ക് തിരിച്ചു നോക്കൂല എന്നേക്കാലം പറയാം. ഉസ്താദെ അരീഷ്ട അനുവദനീയമാണോ അതിൽ ആൽക്കഹോൾ ചോദ്യം വേണം. അത് നമ്മൾ ഉറുവത്തിന്റെ കാല് മുറിക്കാൻ പോകുന്നതല്ലോ. ഉറുവത്തിന്റെ കാല് മുറിക്കാൻ പറഞ്ഞപ്പോ കള്ള് കുടിക്കാൻ പറഞ്ഞു വൈദ്യന്മാര്. അപ്പോ ഇൻഷാ അല്ലാഹ് കള്ള് വേണം മസല വരുന്നുണ്ട്. അപ്പോ ജീവിതം അങ്ങനെ എന്ത് ചെയ്തു ശ്രദ്ധിക്കണം. ചില അനുഭവങ്ങൾ പറയാൻ. ആ ആക്സിഡന്റ് മയ്യത്ത് കബറടക്കി പിറ്റേ ദിവസം റോട്ടി ചെന്നപ്പണ്ട് ആക്സിഡന്റ് നടക്കുന്ന സ്ഥലത്ത് ഒരു എല്ലിന്റെ കഷ്ണം കിടക്കുന്നു, അല്ലെങ്കിൽ ഒരു വിരലിന്റെ കഷ്ണം കിടക്കുന്നു. ഉറപ്പാ ഇത് ഇന്നലെ ആക്സിഡന്റ് പറ്റിയ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യണോ, അയാളെയാണെങ്കിലും ഇന്നലെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുലിപ്പിച്ച് കഫൻ ചെയ്തിരിക്കുന്നു. ഇന്നാൻ എന്ത് വേണ്ട ശ്രദ്ധിക്കണം. ഞാൻ എന്ത് വേണ്ട, ഈ കഷ്ണത്തിനു വേണ്ടി മയ്യത്തിക്കരിക്കണ്ട, ഈ അവയവത്തിനു വേണ്ടി മയ്യത്തിക്കരിക്കണ്ട. കാരണം ഇന്നലെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നല്ലോ. നേരെ മരിച്ചൊരു കഷ്ണം കിട്ടി, ആ കഷ്ണം കിട്ടിയ വ്യക്തിയുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചോ ഇല്ലേ എന്നറിയില്ല, ഒരു പുതുത്തുമില്ല. എന്നാൽ എന്തു വേണം, ആ കഷ്ണത്തിന്റെ പേരിൽ മയ്യത്ത്, ആ ഒരു അവയവത്തിന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കേണ്ടി വരും. അപ്പൊ എന്താ നിയ്യത്ത് വെക്കുക, ഈ മുരിയങ്കാലിന് വേണ്ടി അള്ളാഹു തആലാക്ക് വേണ്ടി ഫർള് നിസ്കരിക്കുന്നു എന്നല്ല, മൊത്തം മയ്യത്ത് നിസ്കാരത്തെ നിയ്യത്തും വെച്ചിട്ട് എന്ത് വേണം, അത് ആ മറവും ചെയ്യണം, നിർബന്ധാണ്. മരിച്ചതിന്റെ ശേഷമാണെങ്കിൽ മറവ് ചെയ്യൽ നിർബന്ധം. അതൊരു മുടിയാണെങ്കിലും മയ്യത്ത് കുളിപ്പിക്കുമ്പോ തല തോർത്തിയപ്പോഴും മുടി കൊഴിഞ്ഞു പോന്നു, ആ മുടി മറമാതൽ നിർബന്ധാണ്. അത് ആ കഫന്തുനിയിൽ തന്നെ ആവൽ സുന്നത്ത്.
അല്ലാതെ കഫൻ തുണിയിൽ വെക്കൽ സുന്നത്താണ് എന്ന് ഫിക്കിയിലെ ചില ഇബാറത്ത് കാണുമ്പോ ചില സാധാരണ ഉസ്താദുമാർ എന്തു പറയും അത് സുന്നത്തുള്ളൂനല്ല, മറമാടൽ നിർബന്ധം. അത് ആ കഫൻ തുണിയിൽ തന്നെ ആവൽ പ്രത്യേകം സുന്നത്ത്. തമ്മിൽ മരിച്ചു എന്ന് ഉറപ്പ് ഉണ്ടെങ്കിലോ ഉറപ്പ് ഉണ്ടെങ്കിലല്ലോ ആ ഉറപ്പുണ്ടെങ്കിൽ മരിച്ചു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തുവാണ്ട ഇയാള് മരിച്ചിട്ടില്ല, അയാൾ ഐസിയുയിൽ കിടക്കാണ്, അയാളെ വിരലിന്റെ കഷ്ണം എവിടെ കിടക്കുന്നുണ്ട്, തൊടൂല് അല്ല ഓത്തുമ്മ കിടക്കുന്നുണ്ട്, അപ്പൊ മയ്യത്തിക്കരിക്കാൻ പാടില്ല. കൂട്ടത്തില് മയ്യത്തിക്കാലത്തിന്റെ മസല പറഞ്ഞപ്പോ വേറൊരു മസല പറയട്ടെ. ചില നാടുകളിൽ ഒരു തെറ്റായ ധാരണ, ഈ കണ്ണേറും നാവൂരും തത്തുന്ന ചില മനുഷ്യന്മാരുണ്ട്. ഒരു കടന്നുറങ്ങുന്ന നേരത്ത് അവിടെ പോയിട്ട് മയ്യത്തിക്കരിക്കുക. നിങ്ങളെ വൈക്കൽ ആരെങ്കിലും നിങ്ങളെ നാട്ടിൽ ഇല്ലോടെ രസിച്ചാണ്. ഞങ്ങളുടെ നാട്ടിലേക്ക് ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം കുറെ സമാധാനം. അതിൽ ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ അപ്പത് ഫലിക്കും. ആ എന്ത് അല്ലോ കുമ്പളങ്ങ കണ്ടിയിലേന്ന് പറഞ്ഞാൽ മതി. സക്കരിയ സലായി പറഞ്ഞ മാതിരി കുമ്പളങ്ങ കണ്ടിയിലേന്ന് പറഞ്ഞാൽ തുടങ്ങും കിടുകിട് 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 എന്ന് വരും. അപ്പൊ അങ്ങനെ ആൾക്കാരുണ്ടാകുമ്പോൾ ആ ആൾക്കാർ അപ്പം രാത്രി എവിടെയെങ്കിലും കടന്നുറങ്ങുമ്പോ അല്ലെങ്കിൽ ലുഹുസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്ക കടന്നുറങ്ങുമ്പോ അയാളെ അറിയാതെ അവിടെ ചെന്നിട്ട് അയാളെ പേര് മയ്യത്തിക്കരിക്കുക. എന്നാ കണ്ണേറ് കേൾക്കൂത്തനെ. മരിക്കാത്ത മനുഷ്യന്റെ പേര് മയ്യത്തിക്കരിക്കുക. എന്ത് മസലപ്പത്. ചില തള്ളാരും ചില ആൾക്കാർക്കൊരു വിശ്വാസമാണത്. അപ്പൊ ഞാൻ മയ്യത്തിക്കാലത്തിന്റെ മസല പറഞ്ഞപ്പോ അത് വേറൊരു അന്ധവിശ്വാസം തിരുത്തിയതാണ്. ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ അതൊക്കെ മസല. ഇനി അതന്നെ മസല മാറി വരും. എങ്ങനെ മാറി വരും? ഒരു കഷ്ണം കിട്ടി, അപകടം പറ്റിയിട്ടുണ്ട്. അപകടം പറ്റിയത് ബസ്സിലാണ്, അള്ള കാത്ത് രക്ഷിക്കട്ടെ. അതില് അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും അപകടത്തിൽ പെട്ടിക്കണ്. ഒരു കഷ്ണം, ഒരു വിരലിന്റെ കഷ്ണം അവിടെ കാണാണ്ട്. ഇതിപ്പോ ഒരു രണ്ട് അമുസ്ലിമീങ്ങളും മരിച്ചിരിക്കുന്ന അപകടത്തില് ഒരു അമുസ്ലിമും ആ അപകടത്തിൽ അവിടെ വെച്ച് മരിച്ചിരിക്കുന്നു. ഒരു വിരലിന്റെ കഷ്ണം അവിടെ കാണാനുണ്ട്. ഇത് മുസ്ലിമിന്റെ ശരീരത്തിലെ കഷ്ണമാണോ അതല്ല അമുസ്ലിമിന്റെ ശരീരത്തിലെ കഷ്ണമാണോ എന്ന് അറിയില്ല. അപ്പൊ പിന്നെ അതെന്താ കാറ്റ്? അങ്ങനെ എന്താവും. അതല്ലെങ്കിൽ ഒരു മയ്യത്ത് കണ്ടു, അത് മുസ്ലിമിന്റെ മയ്യത്താണെന്നും അറിയില്ല അമുസ്ലിമിന്റെ മയ്യത്താണെന്നും അറിയില്ല. അങ്ങനെ കുടുങ്ങി. അതുകൊണ്ടാണ് സാധുവായ ഞാനൊക്കെ ദ്വാരിക്കുമ്പോ പതച്ചവനെ അജ്ഞാതമായ സ്ഥലത്ത് വെച്ച് മരിപ്പിക്കരുത് അല്ലാ, ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് മരിപ്പിക്കരുത് അല്ലാ എന്ന് നമ്മളെപ്പോഴും ദ്വാരിക്കണം. ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് മരിച്ചു, ധാരദാനെന്ന് അറിയുന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് പിന്നെ വലിയ വിഷയമില്ല. കയ്യിൽ മൊബൈൽ ഉണ്ടാവും. നിങ്ങളൊരു പണി ചെയ്യുന്ന എപ്പോഴും എന്തുവാണ് നമ്മൊരു പൂർണ്ണ അഡ്രസ് എപ്പോഴും എഴുതിയിട്ട് നമ്മളെ മൊബൈൽ നമ്പറല്ല. അങ്ങനെ ഒരു സഫാത്ത് പലോലും കാത്തലുണ്ട്. അവനവന്റെ മൊബൈൽ നമ്പർ അഡ്രസ്സിൽ എഴുതിയേക്ക. ഇവന്റെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? നേരെ മറിച്ച് നമ്മുടെ നാട്ടിലേക്ക് നമുക്കെന്തെങ്കിലും പറ്റിയാൽ വിളിക്കാൻ പറ്റാകുന്ന ഭാര്യയുടെ നമ്പർ, ഒരു അടുത്ത 1-2 സുഹൃത്തുക്കളുടെ നമ്പർ ഒരു കടലാസിൽ എഴുതിയിട്ട് പൂർണ്ണ വിലാസം എഴുതിയിട്ട് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക. മനുഷ്യന്റെ കാര്യമാണ് ഏതു സമയത്തും തലതിച്ച് വീഴാം. സൈലന്റ് അറ്റാക്കായിട്ട് മരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറ്റാക്കായിട്ട് മരിക്കാം. ആ സമയത്ത് ആരാരുമില്ലാത്ത ഒരു സ്ഥലത്ത് അതാ ഒരു മുഅ്മിൻ ആരോ ഒരു മനുഷ്യ ഗുണകാംക്ഷ അവിടെ എത്തി പോക്കറ്റ് കവരെടുത്തു. അവന്റെ ഒന്ന് പരിശോധിച്ചു. KM സാദിഖ് PO കൈപ്പുറം പട്ടാമ്പി. ഞാന് അങ്ങനെ വരാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് തിരിയാനാണ്. ഒരു മൊബൈൽ നമ്പർ, ആ നമ്പറിലേക്ക് വിളിച്ചു. നിങ്ങൾ സാദിഖ് ഹസൻ അറിയോ? എന്റെ അടുത്ത പെരക്കാനാണ്, എന്റെ സുഹൃത്താണ്, മൂപ്പർക്ക് എന്തോ ഒരു സംഭവം ഉണ്ട്, നിങ്ങളൊന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു നോക്കി. നിങ്ങള് പെട്ടെന്ന് നമുക്ക് വിവരം കിട്ടും. അതൊക്കെ ഒരു നല്ല വിവരാണ്. അതൊക്കെ നമ്മൾ സാധാരണക്കാർ യാത്രക്കാരൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇന്നത്തെ യാത്രയിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ അറിയാത്ത സ്ഥലത്ത് വെച്ചൊരു മയ്യത്ത് കിട്ടി, മുസൽമാന്റെയാണെന്ന് അറിയുന്നില്ല. അപ്പൊ എന്താ ചില സാധാരണക്കാർ ചോദിച്ചു, ഉസ്താദെ അത് മുസൽമാന്റെയാണെന്ന് അറിയാൻ എന്താ പ്രയാസം? ഒന്ന് തുണി മാതിയിട്ട് അവന്റെ ലിംഗം നോക്കിയാ അറിയില്ലേ അല്ലെ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഞങ്ങൾക്ക് മസല തിരിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു മാത്രം. അത് ലിംഗം നോക്കിയാലില്ലേ സുന്നത്ത് കല്യാണം കഴിച്ചിക്കണമെങ്കിൽ? അല്ല, സുന്നത്ത് കല്യാണമല്ല, അത് നിർബന്ധ കല്യാണം തന്നെയാണ്.
ആരെങ്കിലും അങ്ങനെ തെറ്റിവെച്ച് ചേലാക്രമം നിർബന്ധാണ്. റസൂലുള്ളാന്റെ ചര്യ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചര്യ എന്ന അർത്ഥത്തിലാണ് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത്. അല്ലാതെ സുന്നത്ത് സാധാരണ സുന്നത്ത് എന്ന അർത്ഥത്തിലല്ല. അപ്പൊ നമ്മൾ പറയും അത് മാർക്ക കല്യാണം കഴിച്ചിക്കണോന്ന് നോക്കിയാലൊന്നും തെളിവല്ല. കാരണം നല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഹൈന്ദവ സുഹൃത്തുക്കളും ക്രിസ്തു മതക്കാരുമെല്ലാം ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. ചേലാക്രമം ചെയ്യപ്പെടാത്തവന്റെ തൊലിയുടെ ഭാഗത്ത് മൂത്രം കെട്ടിനിൽക്കുകയും ആ കെട്ടിനിൽക്കുന്ന മൂത്രത്തിന്റെ നനവിൽ നിന്ന് അണുബാധ വന്ന് ശരീരത്തിലേക്ക് ലിംഗം വഴിക്കു കയറി ആമാശയത്തിൽ മാരകമായ രോഗങ്ങളുണ്ടാകുമെന്ന് ശാസ്ത്രം തെളിയിച്ച അടിസ്ഥാനത്തിൽ വിദ്യാസമ്പന്നരായ അമുസ്ലിമീങ്ങളും ഇന്ന് ചേലാക്രമം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ചേലാക്രമം ചെയ്തത് ആര് മുസ്ലിമാണ് എന്നതിനു തെളിവല്ല താടി വെച്ചത്. കാരണം താടി വെച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ കിട്ടും, ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ കിട്ടും. അത് മനസ്സിലാക്കി ഒരുപാട് കാരണം ഒരു കോളേജിൽ ഒരു സർവേ നടത്തിയപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ സർവേ നടത്തി താടിയുള്ള പുരുഷനെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, താടി വെക്കാത്ത ചെറുപ്പക്കാരെയാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സർവേയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നത് താടി വെച്ച ചെറുപ്പക്കാരെയാണ്. താടി വെച്ചവരുമായി ദാമ്പത്യ ജീവിതത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് സുഖം അധികം കൂടുമത്രേ. താടി വരിച്ചവർക്ക് പെൺകുട്ടികൾക്ക് ദേഷ്യമാത്തനത്ര ആളുകളോടൊന്നും വിചാരിക്കരുത്. കാരണം ക്ലീൻ ഷേവ് ചെയ്താൽ അത് ഒരമായിരിക്കും. ഈ ഒരമുള്ളത് പെൺകുട്ടിയുടെ ശരീരത്തിൽ തട്ടുമ്പോ ചിലപ്പം കാത്തുപോത്തിന്റെ നാവുകൊണ്ട് കുട്ടികളെ നക്കും പോലെയാകും. ഞാൻ തമാശക്കാണെങ്കിലും താടി വരിക്കുന്നവർ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് താടി വെച്ചതും ഇന്നെന്തെല്ലാ ആളും മുസ്ലിമാണ് എന്നതിന് അടയാളമല്ല. നഖം മുറിച്ച് വെട്ടിയതൊന്നും അതൊക്കെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ശാസ്ത്രീയമായി താടി വക്കലും മീശയുടെ വക്കുവത്തലും നഖം മുറിക്കലും ഇതൊക്കെ ആരോഗ്യത്തിനു നല്ലതാണെന്ന് സ്ഥിരപ്പെട്ട കാലമാണ്. അപ്പൊ കുറെ ആളുകള് ശാസ്ത്രീയമായി അതൊക്കെ ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു മയ്യത്ത് വൈക്കന്ന് കിട്ടി, അത് മുസ്ലിമിന്റേതാണ് അമുസ്ലിമിന്റേതാണെന്ന് തിരിച്ചറിയാൻ ഒരു അടയാളവും ഇല്ല. മയത്തിനെ എന്തു ചെയ്യണം ഒരാളും ചിന്തിക്കാൻ വേണ്ടി ഏതായാലും ചുരുക്കി പറയാ അവസാനം ഉറുവത്ത് നമ്മളെക്കാൾ വിഷമം മറ്റുള്ളവർക്കുണ്ട്. അവനാണ് വിഷയം പോണത്. ഉറുവത്തിന്റെ കാല് മുറിക്കാൻ തീരുമാനിച്ചു. ഡോക്ടർമാർ പറഞ്ഞത് അല്പം ലഹരി ഉപയോഗിക്കുക. എന്നാ ഈ ലഹരിയിൽ അങ്ങനത്തെ മയങ്ങി ഉറുവത്തെന്ന മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഞാൻ ആ കല്ല് കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ അള്ളാഹ് എന്ന ചിന്തയിലേക്ക് മടങ്ങാം. ആ ചിന്തയിൽ നിങ്ങൾ എന്റെ ശരീരത്തിൽ എന്തോ ചെയ്തോളൂ, ഞാൻ അറിയില്ല. നമുക്കറിയില്ലേ അലി അലിബല്ലാഹു തആലാനുവിന്റെ കാലിൽ അമ്പ് ഏതോ ഒരു യുദ്ധത്തിൽ വെച്ച് അമ്പ് കൊല്ലുകയും കാല് പഴുക്കുകയും അത് ഊരിയെടുക്കാൻ യാതൊരു മാർഗവുമില്ലാതെയായപ്പോ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു മാഷാ അല്ലാഹ് അബൂ സിനാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. എന്റെ 15 മിനിറ്റാണ് കാണാൻ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഞാൻ പോവുക ഇതും അവസാനിപ്പിച്ചു. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കുക, ആ സമയത്ത് ഇങ്ങനെ ഇത് ഊരി നിർത്താൻ മതിയെന്ന് എന്ന മാതിരി ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, കല്ല് ഞാൻ കുടിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇലാഹി സ്മരണയിലായിട്ട് ഞാൻ ലയിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എന്റെ കാല് മുറിക്കാം, കല്ല് ഞാൻ കുടിക്കില്ല. അതും കൂടി അബൂ സിനാൻ ഉസ്താദ് 2 മിനിറ്റ്. കല്ല് കുടിച്ച് നമുക്ക് കല്ല് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുമോ? ഈ വെറും കല്ല് ഒരാള് വൈദ്യം കൽപ്പിച്ചു, ഒരു ഗ്ലാസ് കല്ല് ഞാൻ കുടിച്ചാൽ അന്ത് വയറുവേദന പന്ന് മാറുന്നതാണ്. അതിൽ വെള്ളമൊന്നും ചേർക്കരുത്, വെറും 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഔൺസ് കല്ല് ഞാൻ കുടിച്ചാൽ അന്റെ രോഗം ആ വേദനപ്പം മാറുന്നതാണ്. കുടിക്കല് തനിച്ച ഹറാമാണ്. വെറും കല്ല് കുടിക്കല് ചികിത്സക്ക് വേണ്ടി കുടിക്കല് ഹറാമാണ്. നേരെ മറിച്ചൊരു ഡോക്ടർ പറഞ്ഞു, ഒരു അരീഷ്ടത്തില് ആ അരീഷ്ടത്തിൽ അല്പം കല്ല് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ രോഗം മാറുന്നതാണ്. ആ വേദന പെട്ടെന്ന് മാറും. ഇന്ന അരീഷ്ടത്തിൽ ഒരു അല്പം കല്ല് ചേർത്താല, വെറും കല്ലല്ല മറ്റൊന്നിനോട് ചേർത്ത്
പെട്ടെന്ന് ശിഫ കിട്ടുമെന്ന് പറഞ്ഞു. അതൊരു സ്വീകാര്യയോഗ്യമായ ഡോക്ടറുമാണ് പറഞ്ഞതെങ്കിൽ കള്ള് മറ്റൊരു മരുന്നിനോട് ചേർത്ത് കഴിക്കാം. അപ്പൊ ചില അരീഷ്ടങ്ങളിലൊക്കെയും എന്തോ ആൽക്കഹോൾ ചേർക്കുന്നുണ്ട് എന്നറിയുന്നു. അങ്ങനെ കുടിച്ചാൽ അവിടെ വേറെ മസാല അബൂ സിനാൻ ഉസ്താദ് ചിലപ്പോ മൈക്ക് തോറ്റതും മുപ്പത് അടിമിനെയാണ്. അപ്പൊ ചിലപ്പോ വേജാറുണ്ട്, ഞാൻ വിടാ. എന്തേത് ആ കള്ള് കുടിച്ച വായ കുഴിക്കുയ്യാതെ നിസ്കരിക്കാൻ പറ്റൂലട്ടോ. ആൽക്കഹോള് ചേർത്ത അരീഷ്ടം കുടിച്ചിട്ട് അങ്ങനെ കായ നജസായിട്ടുണ്ടാവും. അത് മറ്റൊരു മസ്. ഗോലോചനാദി ഉലികാനകത്തൊരു ഉലികണ്ട്. ഈ ഉലികയില് നജസുണ്ട് എന്നാണ്. ഒന്നില്ലെങ്കിൽ ഞാഞ്ഞൂലിനെ അരച്ചു ചേർക്കുന്നുണ്ട് ഗോലോചനാദി ഉലികയില്. ആ നജസ് അരച്ചു ചേർത്ത ഞാഞ്ഞൂൽ, ആ ഗോലോചനാദി ചിലോല് വൈദ്യശാലയെ പോയിട്ട് 10 രൂപയ്ക്ക് ഗോലോചനാദി ഉലികയും വാങ്ങി മതിയിൽ അമ്മൽ തിരികെ വെച്ച് പോരുന്ന നേരത്ത് ലുഹുറ് ബാങ്ക് എടുത്ത് ഏതായാലും ഞാൻ നിക്കരിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു പള്ളിക്കൊക്കെ എഴുതി ഗോലോചനാദി ഉലിക മതിയിലും അള്ളാഹു അക്ബറും ആയാൽ മസാല നജസ് ശരീരത്തിൽ ഉള്ള ഒരു കൂടെ നിസ്കരിക്കുമ്പോൾ അവർക്ക് മസാലയുടെ വിഷയമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെയും അബൂ സിനാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ എത്തിയതുകൊണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? ചുരുക്കി പറഞ്ഞ ഉറുവത്തിന്റെ കാല് മുറിച്ചു. പക്ഷേ ഈ ആദ്യം ഖലീഫയുടെ സന്നിധിയിലേക്ക് വന്ന് കണ്ണ് കാണാത്ത മനുഷ്യൻ ഉറുവത്ത് ബിൻ സുബൈർ വിചാരിച്ചതെന്താ, ഇന്റെ അത്ര കഷ്ടപ്പാട് ഈ നാട്ടിൽ ആൾക്കില്ല. കാരണം എന്റെ കാല് ചീഞ്ഞ് കാല് വരെ മുറിക്കേണ്ടി വന്നു. പക്ഷേ അതിനേക്കാൾ കഷ്ടപ്പാടാണ് ആ കണ്ണ് കാണാത്തവന്റെ. എല്ലാ സ്വത്തും പോയി, കുഞ്ഞു ബാക്കിയായി, അത് ചെന്നായ പിടിച്ച് അവസാനം ഒരു ഒത്തകണ്ടായിന് അത് കൊതറി ഓതി അതിനെ രക്ഷപ്പെടുത്താൻ നേരത്തെ അതിന്റെ കാല് തട്ടി മുഖത്തിലെ കണ്ണിന്റെ കാഴ്ചയും പോയി. ഉറുവത്തിനേക്കാൾ വിഷമം സഹിക്കുന്ന മനുഷ്യൻ നോക്കി. അപ്പൊ അതാണ് നമ്മളൊരു വിഷമം സഹിക്കുമ്പോ നമ്മളെക്കാൾ വിഷമം സഹിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ട്, മഹല്ലത്തിലുണ്ട്. അതാലോചിക്കണം. അപ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്നേക്കാൾ എത്രയോ വിഷമമുള്ളവരുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വിഷമങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ ആകത്തുക ചില മസാലകളിലേക്കൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഫിഖ് പറയാതെ ഞാൻ മൈക്ക വിട്ടിട്ടില്ല. വന്നവരത് കേൾക്കാൻ വന്ന ആൾക്കാരുണ്ടാവും, അവരെ ഞാൻ വെറുപ്പിക്കല്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ, ചിലപ്പോൾ നാളെ ക്ലാസ് ഉണ്ടാവുമല്ലോ. പത്രത്തിലൊക്കെ ഒരു റിപ്പോർട്ട് കാണാണ്ട് അബൂ സിനാൻ ഉസ്താദൊക്കെ അറിഞ്ഞോന്നറിയില്ല. ഏതൊന്ന് രാത്രി കറന്റ് പോകത്തത് 24-48 മണിക്കൂർ മൊത്തം കേരളത്തിൽ കറന്റ് ഉണ്ടാവില്ല. തിങ്കളാഴ്ച രാവിലെ വരുള്ളൂ. ഏതൊക്കെ പത്രത്തിലുണ്ട്, ഫ്ലാഷ് ന്യൂസൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച രാവിലെ കാണാം, ഇല്ലെങ്കിൽ അതിനനുസരിച്ചും കാണാം എന്നൊരു ന്യൂസ് കേൾക്കാണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, അങ്ങനെ പത്രത്തിലൊക്കെ ഉണ്ട്, ഫ്ലാഷ് ന്യൂസൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം എത്ര മണിക്കൂർ കറന്റ് പോവുകയാണ്. ഏതായിരുന്നാലും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ആൽക്കഹോൾ ഉപയോഗിച്ചുള്ള അരീഷ്ടം സ്വീകാര്യയോഗ്യമായ ഡോക്ടറുടെ വിധി പ്രകാരം കഴിക്കാം, അല്ലാത്ത നിലക്കുണ്ടാവില്ല. വെറും കള്ള് കുടിക്കാൻ പറ്റൂല. മറ്റൊരു മരുന്നിനോ ചേർത്ത് ശിഫ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആവാം എന്ന് പറഞ്ഞ് മറ്റു ഇൻഷാ അല്ലാഹ് മറ്റ് ഒരുപാട് നമ്മളെ ഹുഫന്റെ മസ്അല നമുക്ക് പറയാം. കാരണം ഹുഫന്റെ മസ്അല ഇപ്പൊ ഞാൻ എന്താ പറയാത്ത അത്ര അത് ഒരു അഫ്ളലായ വിഷയം എന്നല്ല ഹുഫ. പിന്നെ ചില അറബികൾ ചെയ്യുന്നത് കാണുമ്പോ സംശയം. അപ്പൊ അതിനെപ്പറ്റി നല്ലൊരു മണിക്കൂർ അത് വിശദീകരിക്കുമ്പോ സാധാരണക്കാർ അത് സംബന്ധമായ വിഷയം മാറും. പിന്നെ ചിലപ്പം ഹുഫ ധരിച്ചാൽ അത് ഊരാൻ പറ്റാത്ത അവസ്ഥയും, ചിലപ്പം ഹുഫ ധരിച്ച് കാല് തടയൽ നിർബന്ധമായ ചില കോലങ്ങളൊക്കെയും അപൂർവമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഗൾഫിലുള്ള പല അറബികളും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലൊക്കെ നമ്മുടെ മസാലകളൊന്നും പഠിക്കാത്തതിന്റെ പേരിൽ പല തെറ്റിദ്ധാരണകളും വരാറുണ്ട്. ഞാൻ ഇനിയിപ്പോ പലവരും ഇന്നലെയൊക്കെ ഞാൻ പല ക്ലാസ് റൂം കഴിഞ്ഞിട്ട് PM അയച്ചിട്ടുണ്ട്. പലവർക്കും ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. മൈക്ക വിട്ടാല് ഇൻഷാ അല്ലാഹ് DNT ഒഴിവാക്കും. അതെങ്കിലും സാധാരണക്കാർക്ക് വെച്ച മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് PM ആയി മലയാളത്തിൽ അയച്ചാൽ നമ്മളെ ക്ലാസ് റൂം പറയുമ്പോ പലർക്കും അത് ഉപകാരം കിട്ടുമല്ലോ. എനിക്കും അങ്ങനെ ഒരു സംശയം എന്തായിന്, എനിക്കത് ചോദിക്കാൻ മാർഗം എന്തായില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന പലവരുമുണ്ട്. ഞാൻ അബൂ സിനാൻ ഉസ്താദിലേക്ക് മൈക്ക കൈമാറി ചിലപ്പം തമാശകളൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ തമ്മിൽ സ്നേഹം ഒന്ന് കൂടാനൊരു ബന്ധം വരാനൊക്കെ ചിലപ്പം തമാശ എന്തെങ്കിലും പറഞ്ഞിക്കണമെങ്കിൽ നിങ്ങൾക്ക് പൊരുത്തപ്പെടണം. സാധുവായ മരണം നമുക്ക് എല്ലാവർക്കും ഏത് സമയത്തും ഉണ്ടാകും. നമ്മളിൽ നിന്ന് ആരും മരിച്ചു പിരിയുമ്പോഴും ആത്മാർത്ഥം
സ്നേഹനിധികളായ ശ്രോതാക്കളായ മുഅ്മിനുകളെ, സ്നേഹനിധികളായ റേഡിയോ ശ്രോതാക്കളായ സഹോദര സഹോദരിമാരെ, അൽഹംദുലില്ലാ മൗലിദും ദുആയും കഴിയും. ഇനി നമുക്ക് ആവശ്യമായ ചില തകരാറുകൾ തീർത്ത് മുന്നേറാം. അള്ളാഹു തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ.